കർത്താവിന്റെ വലിയ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ വചനം ധ്യാനിപ്പാൻ ദൈവം ഇങ്ങനെ ഒരു അവസരം തരുന്നതിന് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. യങ്സ്റ്റേഴ്സ് പ്രയർ ഫെലോഷിപ്പിന് നേതൃത്വം നൽകുന്ന കർത്താവിന്റെ ദാസന്മാരെല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. പ്രത്യേകിച്ച് പാസ്റ്റർ ജീവൻ ഇന്ന് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ ജോബി, മറ്റെല്ലാ പാസ്റ്റേഴ്സും ഇതിനകത്ത് പല ദൈവദാസന്മാർ അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ ഇന്ന് കടന്നു വന്ന എല്ലാവർക്കും എന്റെ വന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ തുടർമാനമായി പഠിച്ചു വരുന്ന ആ ചിന്തയുടെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മൾ തുടരുകയാണ്. അനേകർക്ക് ഇത് സന്തോഷവും പ്രയോജനകരവുമാകുന്നു എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവ് പല കാര്യങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ, നമ്മെ തന്നെ പുതുക്കുന്നതിന് കാരണമായി തീരട്ടെ. ഞാൻ ആ പ്രാർത്ഥനയോടുകൂടെ പ്രവേശിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ദേവദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കൂടുതലായി നമ്മൾ പറയണമോ എന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ വിളിക്കാം. നമ്പർ കർത്താവിന്റെ ദാസൻ അത് അവസാനം പറയും. അതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു. അത് നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൽ അതിൽ ആരും മടിയൊന്നും വിചാരിക്കട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ചിന്തിച്ച് ദൈവദിനത്തിൽ പങ്കുചേർന്ന് ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ചിന്തിച്ചു വരുന്നത് യേശുക്രിസ്തുവിന് അനുരൂപമായ, അനുസരിക്കുന്ന, അനുകരിക്കുന്ന, അനുഗമിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം അത് ആത്മനിറവിൻ്റെതാണ്. എങ്ങനെ ആത്മനിറവിന്റെ ജീവിതം? ഈ പാപം നിറഞ്ഞ ഈ ലോകത്ത് നമുക്ക് എങ്ങനെ യേശുക്രിസ്തുവിനെ അനുകരിച്ച് ജീവിക്കാൻ കഴിയും? യേശുക്രിസ്തുവിന്റെ ഇമേജിനോട്, സ്വഭാവത്തോട് അനുരൂപപ്പെടാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചിന്ത. നമ്മൾ അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ ഇന്ന് രാത്രിയിൽ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതിന്റെ ബാക്കിയായിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്. അധിക സീരീസുകൾ ഇല്ലാതെ തന്നെ നാം വേഗം തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട 2-3 ചിന്തകളോടുകൂടെ നമ്മൾ ഈ ക്ലാസ്സുകൾക്ക് എത്രയും വേഗം തന്നെ പരിസമാപ്തിയിലെത്തും. എങ്കിലും ദൈവവചനത്തിന്റെ യഥാർത്ഥമായ അർത്ഥങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ അതിൻ്റെതായ സാവകാശങ്ങൾ നമുക്ക് എടുക്കേണ്ടതായി വരുന്നത് കൊണ്ട് നാം ദൈവവചനം സാവധാനം ചിന്തിച്ചു പോകാൻ ദൈവം അവസരങ്ങൾ ഒരുക്കട്ടെ. ആത്മനിറവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങളല്ല യഥാർത്ഥ ആത്മനിറവ് എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒന്ന് സൂചിപ്പിച്ചു. പിശാച് കൊണ്ടുവരുന്ന ചില തെറ്റിദ്ധാരണകൾ നമ്മുടെ ഇടയിലുണ്ട്. അതിനെപ്പറ്റി നമ്മൾ പഠിച്ചു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത് ആത്മനിറവ് എന്ന് പറയുമ്പോൾ നാം എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്, പ്രതീക്ഷിക്കേണ്ടത്. ഒന്ന്, നമ്മൾ പറഞ്ഞു വന്ന ഒരു കാര്യം ഇതാണ്: ദൈവ ഇഷ്ടം എന്നിൽ സംഭവിക്കണം എന്നുള്ളതാണ് ഒരു ആത്മനിറവിന് വേണ്ടി ദാഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന ഒരാളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ചിന്ത. എനിക്ക് കൃപാവരങ്ങൾ ഉപയോഗിക്കണം എന്നതിനേക്കാൾ എനിക്ക് 4 ആളുടെ മുമ്പിൽ ശക്തമേറി ശുശ്രൂഷ ചെയ്യണം എന്നുള്ള തീവ്രവാഞ്ചയേക്കാൾ, ഇതൊക്കെ നല്ലതാണ്, അല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതിനേക്കാൾ ഉപരി ആത്മനിറവ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം എന്നിൽ സംഭവിക്കണം. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം എന്താ? അത് നമ്മൾ എഫേസ്യ ലേഖനം 5-ാം അധ്യായം 17 തൊട്ട് 21 വരെ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. 3 കാര്യങ്ങൾ നമ്മൾ എടുത്തു പറഞ്ഞു. 1, എപ്പോഴും നമ്മൾ സന്തോഷിക്കുന്ന ഒരവസ്ഥ ദൈവം എക്സ്പെക്ട് ചെയ്യും. 2, ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സ്തോത്രം ചെയ്യുന്ന ഒരു മനസ്സ്. 3, പരസ്പരം വിധേയപ്പെടുന്ന, കീഴ്പ്പെടുന്ന ഒരു മനോഭാവം. ഇതൊക്കെ ആത്മനിറവിന്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ തന്നെയാണ്. അല്ലെങ്കിൽ ആത്മനിറവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്തകൾ ഇതൊക്കെയാണ്. ആദ്യം വരേണ്ടത് ഇതൊക്കെ തന്നെയാണ്. അത് നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുവാൻ, ക്രിസ്തുവിന് കേന്ദ്രീകൃതമായ ജീവിതത്തെ രൂപപ്പെടുത്തുവാനൊക്കെ ഇടയായിത്തീരുന്നത്. 2ാമത്തെ കാര്യത്തിലേക്ക്, അടുത്ത 3 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. 2ാമത്തെ കാര്യത്തിലേക്ക് ഞാൻ വേഗത പ്രവേശിക്കുന്നു. 2, ആത്മനിറവ് എന്ന് പറയുമ്പോൾ 2ാമത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് സാക്ഷീകരണത്തിനുള്ള ശക്തി. നാം പ്രതീക്ഷിക്കേണ്ടത് 2ാമത് സാക്ഷീകരണത്തിനുള്ള ശക്തി. The power to witness the Lord. കർത്താവിനെ സാക്ഷീകരിക്കുക എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെ സാക്ഷീകരിക്കുവാനുള്ള ശക്തിയാണ് നാം ആത്മനിറവെന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കേണ്ട പ്രധാന കാര്യം. നമുക്ക് ഏറ്റവും പരിചിതവും നമ്മൾ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളതും നമ്മളെ ഏറ്റവും പ്രചോദിപ്പിക്കുന്നതുമായിട്ടുള്ളൊരു വാക്യമാണ് അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. നമ്മൾക്ക് എല്ലാവർക്കും ബൈഹാർട്ടായിട്ട് അറിയാവുന്ന വാക്യമാണ്. അപ്പോ അവിടെ നാം വായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി ആക്ട്സ് ചാപ്റ്റർ 1:8 ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും
ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവിന്റെ കൂടെ ചില വർഷങ്ങൾ ചെലവഴിച്ച ശിഷ്യന്മാർ ട്രെയിൻഡ് ആയിട്ടുള്ള, നന്നായി പരിശീലനം അഭ്യസിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്. യേശു കർത്താവിന്റെ കൂടെ നടന്ന് യേശു ആരാണെന്ന് മനസ്സിലാക്കിയ 4 ആളുകളോട് പറയത്തക്ക നിലയിൽ അവരുടെ ജീവിതം അത്രമാത്രം യേശുവുമായി ഇഴചേർന്ന് നിന്നതുകൊണ്ട് പറയാനുള്ള എല്ലാം അവരുടെ കയ്യിലുണ്ട്. യേശു പഠിപ്പിച്ച എല്ലാ ടീച്ചിങ്സും അവരുടെ കയ്യിലുണ്ട്. പക്ഷേ യേശുവിന്റെ സാക്ഷിയാകണമെങ്കിൽ ഈ നോളജ് മാത്രം പോരാ. ഇവരുടെ മേൽ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കൂ എന്നറിയാവുന്ന യേശു കർത്താവ് അവരോട് പറഞ്ഞിരിക്കുന്നു. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അവസാന ഭാഗത്തും അപ്പോസ്തല പ്രവൃത്തിയിലും ഒക്കെ നമുക്കറിയാം, നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം പ്രാപിക്കാതെ നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്, യെരൂശലേമിൽ കാത്തിരുന്ന് അത് പ്രാപിക്കണം. അപ്പോൾ ആത്മനിറവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രഥമമായി നമ്മിൽ വരുന്നതിന്റെ ഉദ്ദേശം സാക്ഷീകരണം എന്നുള്ളത് തന്നെയാണ്. യേശു ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നിരിക്കുന്നത് തന്നെ. അപ്പോൾ അതിനുവേണ്ടി ഇവർ കാത്തിരിക്കുകയാണ്. ഇതിനു മുൻപും പരിശുദ്ധാത്മാവിന്റെ അനുഭവങ്ങൾ ഇവർക്കുണ്ട്, മിറക്കിൾസ് ഇവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. യേശുക്രിസ്തു ആരെന്ന് തിരിച്ചറിയാനുള്ള കൃപയൊക്കെ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് ഇവരിൽ ആവസിക്കുന്ന ഒരു അനുഭവം ഇവർക്ക് അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു അനുഭവത്തിന് വേണ്ടി കാത്തിരിക്കാൻ കർത്താവ് അവരോട് കൽപ്പിച്ചത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നു. അതാണ് നാം വായിച്ചത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാണ്. അപ്പോൾ ആത്മനിറവ് എന്ന് പറയുമ്പോൾ നാം ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം, കർത്താവേ എന്നെ അവിടുത്തെ സാക്ഷിയാകാൻ ശക്തീകരിക്കണമേ എന്നുള്ളതാണ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് സഭയുടെ ഇനോഗ്രേഷൻ ആണ്, ഉദ്ഘാടനമാണ്. യേശു കർത്താവ് പറഞ്ഞതുപോലെയുള്ള സഭയുടെ ഔദ്യോഗികമായി വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം ഉദ്ഘാടനം നടക്കുന്നത് പെന്തക്കോസ്ത് നാളിലാണ്. പെന്തക്കോസ്ത് നാളിൽ അവർ കൂടി വന്ന 120 പേരുടെ മേൽ ഈ പരിശുദ്ധാത്മാവ് പകരപ്പെട്ടപ്പോൾ അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ ദൈവത്തോട് അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിച്ച ആ ഒരു ചിത്രം നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കാണും. അപ്പോൾ ഈ ആത്മസ്നാനം എന്ന് പറയുന്ന ഒരു അനുഭവമാണ് ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അവർ ആത്മാവിനാൽ സ്നാനപ്പെടുകയാണ്. യേശു കർത്താവ് പറഞ്ഞ വാഗ്ദത്തം അവരുടെ മേൽ വന്നു. അവർ ആത്മനിറവിലേക്ക് അവർ നയിക്കപ്പെടുക. അപ്പോൾ ഈ ആത്മനിറവിലേക്ക് നയിക്കപ്പെടുക എന്നത്, ആത്മനിറവ് നമ്മൾ ആദ്യത്തെ ക്ലാസ് പറഞ്ഞതുപോലെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണെങ്കിൽ, തുടർമാന പ്രക്രിയയാണെങ്കിൽ, ആത്മസ്നാനം അത് 1 ടൈം എക്സ്പീരിയൻസ് ആണ്. ഒരിക്കൽ നമ്മുടെ മേൽ ഇറങ്ങി വരുന്ന ആത്മാവ് വന്ന് അധിവസിക്കുന്ന ഒരു അനുഭവമുണ്ട്. അപ്പോൾ ആത്മാവ് ഒരാളിൽ വന്ന് അധിവസിക്കുന്നതിനാൽ നിമജ്ജനം ചെയ്യപ്പെടുന്ന, സ്നാനപ്പെടുന്ന, ആത്മാവിനാൽ അവൻ സ്നാനം കഴിപ്പിക്കുമെന്ന വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്തവർ തന്നെയാണ് ഇന്ന് ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം എല്ലാവരും ആത്മസ്നാനത്തിന്റെ അനുഭവം അനുഭവിച്ചിട്ടുള്ളവരാണ്. അതിനായി വാഞ്ചിക്കുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെ ആത്മസ്നാനം അനുഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആത്മസ്നാനം സംഭവിക്കുന്നതോടുകൂടെ ആത്മനിറവിലേക്ക് നമ്മൾ നയിക്കപ്പെടുക. അപ്പോൾ ആത്മനിറവിലേക്ക് നമ്മൾ ഡെയിലി അനുദിനം ആത്മനിറവിന്റെ അനുഭവം നമ്മൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാം പറഞ്ഞു വരുന്നത് കാര്യം, ആത്മനിറവ് എന്ന തുടർമാനമായിട്ടുള്ള ജീവിതം അല്ലെങ്കിൽ ആത്മനിറവ് എന്ന തുടർമാനമായ അനുഭവം ആരംഭിക്കുന്നത് ആത്മസ്നാനം എന്ന് പറയുന്ന അനുഭവത്തോടുകൂടി. അവിടെ നമ്മൾ 1-2 കാര്യം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഉള്ളിൽ ഒരു ചിത്രവും ചിന്തയും ആത്മനിറവ് എന്ന് പറയുമ്പോൾ അന്യഭാഷ പറയുന്നതാണ് ആത്മനിറവ് എന്നുള്ളതാണ് നമ്മുടെ പ്രഥമമായ ചിന്ത. അത് നാം അല്പം കൂടെ ഒന്ന് ചിന്തിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കാം. അപ്പോ ആത്മസ്നാനത്തിന്റെ അനുഭവം അല്ലെങ്കിൽ ആത്മാവിനെ നാം പ്രാപിക്കുന്ന, നമ്മിലേക്ക് വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നാം അനുഭവിക്കുന്ന ഒരു അനുഭവമുണ്ട്. പെന്തക്കോസ്റ്റൽ ഡോക്ട്രിൻ നമ്മൾ പ്രത്യേകിച്ച് പരിശോധിക്കേണ്ടതാണ്. പെന്തക്കോസ്റ്റൽ നാം എല്ലാവരും ഇതിനകത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും പെന്തക്കോസ്റ്റൽ ഡോക്ട്രിൻ അല്ലെങ്കിൽ പെന്തക്കോസ്റ്റൽ ചർച്ചസിൽ അറ്റൻഡ് ചെയ്യുന്നവരാണ് എന്ന് ഞാൻ കരുതുന്നു.
നമ്മൾ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വരുമ്പോൾ തന്നെ ഏറ്റവും പ്രഥമമായ മറ്റെല്ലാ നോമിനൽ ചർച്ചസിനേക്കാൾ പെന്തക്കോസ്റ്റൽസിനെ ഇത്രയും യുണീക്ക് ആക്കി മാറ്റുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമാക്കി മാറ്റുന്നത് കൃപാവരങ്ങളിലുള്ള വിശ്വാസമാണ്. അതിൽ പ്രത്യേകിച്ച് പരിശുദ്ധാത്മ നിറവിന്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനത്തിന്റെ പ്രഥമമായിട്ടുള്ള ലക്ഷണം അന്യഭാഷയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് പെന്തക്കോസ്ത് സമൂഹം. നമ്മളെല്ലാവരും അങ്ങനെ വിശ്വസിക്കുകയും അന്യഭാഷ സംസാരിക്കുകയും അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ സഭകളിൽ നമ്മൾ നൽകുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ടൈറ്റിലിൽ അറിയപ്പെടുന്നത്, പെന്തക്കോസ്റ്റ് എന്ന ടൈറ്റിലിൽ ശീർഷകത്തിൽ നമ്മൾ അറിയപ്പെടുന്നത്. നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത് അതൊരു സഭയല്ല. പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു സഭയല്ല. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു തോന്നുന്നു പെന്തക്കോസ്റ്റ് ഒരു സഭയല്ല, ഇതൊരു ചലനമാണ്, ഇതൊരു മൂവ്മെന്റ് ആണ്, ഇതൊരു പ്രസ്ഥാനമാണ്. എന്ന് പറഞ്ഞാൽ ദൈവസഭ AD യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ 1-ാം നൂറ്റാണ്ടിൽ തന്റെ പുനരുത്ഥാനത്തിന് ശേഷം സഭ സ്ഥാപിക്കപ്പെട്ടത് മുതൽ ഇന്ന് ഈ 2021 വരെ ദൈവസഭ അതിൻ്റെതായ എല്ലാവിധ ഉണർവുകളും അതിൻ്റെതായ വീഴ്ചകളും പതനങ്ങളും അതിൻ്റെതായിട്ടുള്ള എല്ലാ നന്മകളും എല്ലാം അനുഭവിച്ച് ചരിത്രത്തിലൂടെ സഭ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സഭ വഴിതെറ്റിപ്പോയ കാലഘട്ടങ്ങളുണ്ട്. ക്രൈസ്തവ സഭ വഴിതെറ്റിപ്പോയ കാലം. ഈ വഴിതെറ്റിപ്പോയ ഓരോ കാലത്തും ദൈവം ഓരോരുത്തരെ എഴുന്നേൽപ്പിക്കും. ആ എഴുന്നേൽപ്പിച്ച ഉണർവിലേക്ക് ആദ്യ നൂറ്റാണ്ടിന്റെ അനുഭവങ്ങളിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന ചരിത്രം നമുക്കറിയാം. ചരിത്രം നമുക്ക് വിശദീകരിക്കുകയല്ല ഞാൻ ഈ പെന്തക്കോസ്റ്റൽ എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞു വരുമ്പോൾ ഇത് സൂചിപ്പിക്കേണ്ടത് ആവശ്യമാണ്. 15-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ മാർട്ടിൻ ലൂതറിന്റെ കാലത്ത് 14-15 നൂറ്റാണ്ടുകളിൽ മാർട്ടിൻ ലൂതറാണ് സഭയെ അല്ലെങ്കിൽ ക്രൈസ്തവ സഭയെ, അന്ന് അപ്രമാദിത്യം ഉണ്ടായിരുന്ന കാത്തോലിക് സഭയെ ചോദ്യം ചെയ്തുകൊണ്ട് വിശ്വാസത്താലുള്ള നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, അദ്ദേഹം പറഞ്ഞ 5 സോളാസ് പലർക്കും അറിയാം. നമുക്കറിയാം, യേശുക്രിസ്തുവിലൂടെ കൃപയാൽ, വിശ്വാസത്താൽ, വചനത്താൽ ദൈവമഹത്വത്തിന് വേണ്ടിയാണ്, അങ്ങനെയാണ് നമ്മുടെ രക്ഷിക്കപ്പെടലിന്റെ അനുഭവം എന്ന് ദൈവസഭയെ അല്ലെങ്കിൽ ജനത്തിന്റെ കാഴ്ചകളെ, കണ്ണുകളെ തുറന്നെടുക്കുവാൻ ദൈവം ഉപയോഗിച്ച ഒരു നവീകരണ നേതാവാണ് മാർട്ടിൻ ലൂതർ. നമുക്ക് 14-15 നൂറ്റാണ്ടുകൾ അത് കാണാം. എന്നാൽ ആ ഒരു നവീകരണത്തിൽ പോലും എല്ലാം നവീകരിക്കപ്പെടുന്നില്ല. വീണ്ടും വർഷങ്ങൾ പലത് കഴിഞ്ഞ് നമുക്കറിയാം, അനാബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു മൂവിങ് നമുക്ക് കാണാം. ഈ അനാബാപ്റ്റിസ്റ്റുകാർ വന്നതിന് ശേഷമാണ് അഡൽറ്റ് ബാപ്റ്റിസം. ഒരാൾ സ്നാനപ്പെടേണ്ടത് അദ്ദേഹത്തിന് പ്രായപൂർത്തിയായതിനു ശേഷം, വചനം തെളിവായി മനസ്സിലാക്കിയതിനു ശേഷമാണ് എന്ന് മനസ്സിലാക്കിയത് ഈ അനാബാപ്റ്റിസ്റ്റ് മൂവ്മെന്റിന്റെ കാലത്താണ്. അടുത്ത നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്നു, ക്വേക്കേഴ്സ് ഉണ്ട്, ഷെയ്ക്കേഴ്സ് ഉണ്ട്. അങ്ങനെ 18-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോഴാണ് ഹോളിനെസ് മൂവ്മെന്റ് അല്ലെങ്കിൽ മെത്തഡിസ്റ്റ് മൂവ്മെന്റ് ഒക്കെ കാണുന്നത്. 18-ാം നൂറ്റാണ്ടിൽ മെത്തഡിസ്റ്റ് മൂവ്മെന്റ്. അപ്പോൾ മെത്തഡിസ്റ്റ് മൂവ്മെന്റിന്റെ വലിയൊരു നേതാവായിരുന്നല്ലോ ജോൺ വെസ്ലി. ജോൺ വെസ്ലി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെല്ലാം കേന്ദ്രീകരിക്കപ്പെട്ടിരുന്നത് വിശുദ്ധീകരണത്തിനാണ്, സാങ്ക്ടിഫിക്കേഷൻ. ഈ സാങ്ക്ടിഫിക്കേഷൻ നടക്കുന്ന ഒരു അനുഭവം, മനുഷ്യൻ അവരുടെ തെറ്റുകൾ, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഈ സാങ്ക്ടിഫിക്കേഷന് വേണ്ടി, വിശുദ്ധീകരണത്തിന് വേണ്ടി കൊതിക്കുന്ന പ്രസംഗങ്ങളായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ ഹോളിനെസ് മൂവ്മെന്റ് ലോകരാജ്യങ്ങളെ പിടിച്ചു കുലുക്കുന്നത് അവിടെ ചേർന്നാണ് പെന്തക്കോസ്റ്റൽ മൂവ്മെന്റ്സ് വരുന്നത്. അപ്പൊ ഓരോ കാലഘട്ടത്തിൽ വചനത്തിൽ അധിഷ്ഠിതമായി ദൈവദാസന്മാരുടെ കണ്ണുകളെ തുറന്ന് ഉപദേശങ്ങളുടെ ആഴങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടു. അങ്ങനെ വരുമ്പോഴാണ് നമുക്കറിയാം പെന്തക്കോസ്തിന്റെ ചരിത്രം ആരംഭിക്കുന്നു 1901 ആ ജനുവരി 1-നാണെന്നൊക്കെ നമുക്കറിയാം. ഞാൻ ആ ചരിത്രങ്ങളിലേക്ക് പോകുന്നില്ല. ചാൾസ് പെർഹാം എന്ന് പറയുന്ന ഒരു ഹോളിനെസ് മൂവ്മെന്റ് നേതാവ്, ഹോളിനെസ് മൂവ്മെന്റ് പ്രഭാഷകൻ, ചാൾസ് പെർഹാം എന്ന് പറയുന്ന ഹോളിനെസ് മൂവ്മെന്റിന്റെ ഒരു സുവിശേഷകൻ തന്റെ ബൈബിൾ കോളേജിൽ, ബെതേൽ ബൈബിൾ കോളേജിൽ, കാൻസാസിലുള്ള ബെതേൽ ബൈബിൾ കോളേജിൽ അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് കൊടുത്തൊരു അസൈൻമെന്റ് ഇങ്ങനെയാണ്: ഒരാളിലേക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോൾ അതിന് പ്രത്യക്ഷമായിട്ടുള്ള അടയാളങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്ത്? നമ്മൾ ഈ സെമിനാരികളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു അസൈൻമെന്റ് ആ സ്റ്റുഡൻസിന് കൊടുക്കുന്നു. ആ സ്റ്റുഡൻസ് അപ്പോസ്തല പ്രവർത്തികളും പുതിയ ദൈവത്തിന്റെ മറ്റിതര ഗ്രന്ഥങ്ങളും വായിക്കുമ്പോൾ അവര് കണ്ടെത്തുന്നു, അന്യഭാഷ
പരിശുദ്ധാത്മാവ് എവിടെയൊക്കെ വന്നോ അവിടെയെല്ലാം അന്യഭാഷ തെളിവായി സംസാരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ അതിന് ഉപോത്പലകമായിട്ട് നമുക്കറിയാം. അങ്ങനെ ആ ഒരു കണ്ടെത്തൽ, ആ ഒരു വചനത്തിൽ നിന്ന് ലഭിച്ച വെളിപ്പാട് ചാൾസ് സ്പർഹാം തന്റെ പ്രസംഗങ്ങളിൽ ഉൾക്കൊള്ളിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യനായിരിക്കുന്ന വില്യം ജെ സെയ്മൂർ, സ്റ്റുഡന്റ് ആയിരിക്കുന്ന വില്യം ജെ സെയ്മൂർ, ചരിത്രം ഞാൻ ആവർത്തിക്കുകയല്ല, വില്യം ജെ സെയ്മൂർ, അദ്ദേഹം ഇതിൽ ആകൃഷ്ടനായി ഈ പ്രസംഗം, ഈ ഒരു കാര്യം ഏറ്റവും സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം കൊടുത്ത് താൻ അതിന് ഒരു ഉണർവിന് തുടക്കം കുറിച്ചു. ആ തുടക്കം കുറിക്കലാണ് അസൂസ സ്ട്രീറ്റ് റിവൈവൽ. നമുക്കറിയാം അസൂസയുടെ തെരുവുകളിൽ ഉണ്ടായ ആ ഉണർവിന്റെ പരിണിത ഫലമായി ലോകത്തിന്റെ എല്ലാ വൻകരകളിലേക്കും മിഷണറിമാർ യാത്ര ചെയ്തു. ആ മിഷണറിമാരുടെ യാത്ര ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഈ രാത്രിയിൽ നമ്മൾ ഇവിടെ കൂടി വരുമ്പോൾ നമ്മൾ പെന്തക്കോസ്റ്റുകാരാണ്, അല്ലെങ്കിൽ ഈ ഒരു അനുഭവം പ്രാപിച്ചവരാണ് എന്നൊക്കെ പറയാനുള്ള ഭാഗ്യവും അവസരവും ദൈവം നമുക്ക് തന്നു. അപ്പോൾ അങ്ങനെ പെന്തക്കോസ്റ്റൽ മൂവ്മെന്റ്, ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം, ഓരോ നൂറ്റാണ്ടിലും ദൈവം തന്റെ ദാസന്മാരോട് ഇടപെട്ടുകൊണ്ട് വചനത്തിന്റെ വെളിപ്പാടുകൾ വന്നു. അങ്ങനെ വചനത്തിന്റെ വെളിപ്പാടുകൾ വന്നതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വന്ന ഒരു വെളിപ്പാടാണ്, അല്ലെങ്കിൽ വചന പഠനത്തിൽ നിന്ന് പുറത്തു വന്നതാണ്, പരിശുദ്ധാത്മാവ് ഒരാളിലേക്ക് വരുമ്പോൾ അയാളിൽ പ്രത്യക്ഷമായി പ്രകടമായ ചില അടയാളങ്ങൾ കാണും. അതിന് തെളിവായിട്ട് ആ സ്റ്റുഡൻസ് തന്നെ, അല്ലെങ്കിൽ നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 4 വരെ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവരെല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചു. നാം വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ 10-ാം അധ്യായത്തിന്റെ 44 മുതൽ 48 വരെ, 10-ന്റെ 44 മുതൽ 48 വരെ നമുക്ക് കാണാൻ കഴിയും. കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസ് പോയി പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ വചനം സംസാരിക്കയിൽ തന്നെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവരെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കും. ഇത് തന്നെ നമ്മൾ വീണ്ടും കാണുന്നു അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ. എഫെസോസ് എക്സ്പീരിയൻസ് എന്ന് പറയാം. എഫെസോസിൽ പൗലോസ് പ്രാർത്ഥിക്കുന്നു. അവരതുവരെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. ഞാൻ മറ്റ് ആർഗ്യുമെന്റുകളിലേക്ക് പോകുന്നില്ല. അവരെല്ലാം യേശുവിനെ അംഗീകരിച്ചവരാണ്, ശിഷ്യന്മാരാണ്. പക്ഷെ യേശുവിനെ അംഗീകരിച്ചിട്ടും ഇവർക്ക് പരിശുദ്ധാത്മാവ് എന്താണെന്ന് പോലും വ്യക്തമാകുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു അറിവില്ല. അപ്പോൾ അവിടെ ഒരു അഭിഷക്തൻ തലയിൽ കൈവെക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവർ പരിശുദ്ധാത്മാ അനുഭവത്തിലേക്ക് വരുന്നു. അവർ അന്യഭാഷകൾ സംസാരിക്കുന്നത് തെളിവ് നമുക്ക് അവിടെ കാണാം. വീണ്ടും നമുക്ക് ആവർത്തിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. 8-ാം അധ്യായത്തിൽ 14 മുതൽ 17 വരെ വാക്യത്തിൽ, ആക്ട്സ് 8 വേഴ്സസ് 14 to 17, അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ശമരിയയിലും ഫിലിപ്പോസിന്റെ പ്രസംഗത്തിൽ ഒത്തിരി പേര് കർത്താവിന്റെ വചനം സ്വീകരിച്ചു. പക്ഷേ പരിശുദ്ധാത്മാവ് വരുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അനുഭവിക്കുന്നതിന് വേണ്ടി ആ വന്ന അപ്പോസ്തലന്മാർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവിടെ നാം ഇങ്ങനെ വായിക്കും, അത് കണ്ടാറെ ശിമോൻ എന്ന് പറയുന്നൊരുവൻ, അത് കണ്ടാറെ ശിമോൻ എന്ന് പറയുന്നൊരുവൻ, ഞങ്ങൾക്കും അല്ലെങ്കിൽ എനിക്കും ഇതുപോലൊരു വരം ഉണ്ടാകേണ്ടതിന് വേണ്ടി കുറച്ച് പണമൊക്കെ കൊണ്ട് കൊടുക്കും. അപ്പോൾ അത് കണ്ടാറെ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വിസിബിൾ ആയിട്ട്, അല്ലെങ്കിൽ ദൃശ്യമായി മനസ്സിലാകത്തക്ക നിലയിൽ ഒരാളിൽ വരുന്ന ഒരു അനുഭവമാണ് അവിടെ നടക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാണ്. വീണ്ടും നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 9-ാമത്തെ അധ്യായത്തിൽ പൗലോസിന് വേണ്ടി അനന്യാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ വരുന്നു, നീ പരിശുദ്ധാത്മ പൂർണ്ണൻ ആകാ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ ആത്മസ്നാനം, അല്ലെങ്കിൽ ആത്മാവിലേക്ക് ഒരാൾ, ആത്മാവിന്റെ അനുഭവത്തിലേക്ക് ഒരാൾ നയിക്കപ്പെടുമ്പോൾ അതിനൊരു വിസിബിൾ സൈൻ ഉണ്ട്. അതിന് നമുക്ക് ദൃശ്യമായി കാണാൻ കഴിയുന്ന, കേൾക്കാൻ കഴിയാവുന്ന, മറ്റുള്ളവർക്ക് കൂടെ മനസ്സിലാക്കുന്ന ഒരു അനുഭവം ഉണ്ട്. അതാണ് പെന്തക്കോസ്റ്റൽസ് ആയിട്ട് നമ്മൾ എംഫസൈസ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് ഒരാളിലേക്ക് വരുന്നത് ആ വ്യക്തിയിൽ അതിന് ചുറ്റുപാടും ഇരിക്കുന്നവർക്ക് മനസ്സിലാകത്തക്ക നിലയിൽ, ശ്രദ്ധിക്കത്തക്ക നിലയിൽ, കേൾക്കത്തക്ക നിലയിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം എവിഡന്റ് ആയിട്ട് പറയുന്നതും അന്യഭാഷകളിൽ അവർ സംസാരിച്ചു എന്നുള്ളതുമാണ്. ഇത് കൃപാവരങ്ങളെ പറ്റി നമ്മൾ ധാരാളം ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്ഥലമല്ല. എങ്കിലും ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ ഒരു കാര്യം, നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അന്യഭാഷയിൽ സംസാരിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അതാണ് ദൈവവചനത്തിന്റെ അടിസ്ഥാനം. ഈ അടുത്ത കാലത്ത് ഞാൻ എന്തിനാ ഇത്രയും പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഈ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ്,
ഒരാളിൽ അന്യഭാഷ പറയുന്നില്ല, പക്ഷെ അയാൾ നല്ല ജീവിതം നയിക്കുന്നുണ്ട്. നല്ല ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ അയാൾ ആത്മനിറവിന്റെ ജീവിതമല്ലേ നയിക്കുന്നത്? സ്വാഭാവികമായും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അന്യഭാഷ പറഞ്ഞില്ലെങ്കിലും പ്രശ്നമുണ്ടോ? അന്യഭാഷ പറഞ്ഞില്ലെങ്കിലും പ്രശ്നമുണ്ടോ, പറഞ്ഞാൽ പ്രശ്നമുണ്ടോ എന്ന് ബൈബിൾ ഒരിടത്തും പറയുന്നില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് ഒരാളിൽ വരുന്നതിന്റെ തെളിവായി അന്യഭാഷകൾ സംസാരിക്കപ്പെട്ടത് നമുക്ക് പല സ്ഥലങ്ങളിൽ കാണാനും കഴിയുന്നു. അപ്പോ നമ്മൾ അതിനെ ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ കാര്യം ഗ്രഹിക്കും. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത്, എംഫസൈസ് ചെയ്യുന്നത് നിങ്ങൾ അന്യഭാഷ സംസാരിക്കണം എന്നുള്ളതല്ല. ബൈബിൾ നമ്മോട് സംസാരിക്കുന്നത് നിങ്ങൾ ആത്മനിറവുള്ള ജീവിതം നയിക്കണം എന്നുള്ളതാണ്. വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, അന്യഭാഷ സംസാരിക്കണോ വേണ്ടയോ എന്നുള്ളത് അത് ദൈവവചനം വായിക്കുമ്പോൾ ദൈവം നമ്മളെ കൂടുതൽ ഗ്രഹിപ്പിക്കണം. കാരണം പരിശുദ്ധാത്മാവ് എവിടെയൊക്കെ ഇറങ്ങി വരുന്നു അവിടെയെല്ലാം ഇതൊരു വിസിബിൾ സൈൻ പോലെ മനസ്സിലാകത്തക്ക നിലയിൽ, കേൾക്കത്തക്ക നിലയിൽ അന്യഭാഷയുടെ അടയാളങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ബൈബിളിൽ ഒരിടത്തും നിങ്ങൾ അന്യഭാഷയിൽ സംസാരിച്ചിരിക്കണം എന്നൊരു വാക്കോ ഉപദേശമോ ഇല്ല. എന്നാൽ നിങ്ങൾ ആത്മനിറവിന്റെ ജീവിതം നയിക്കണമെന്ന് ബൈബിൾ പഠിപ്പിക്കുകയും ചെയ്യും. അപ്പോ പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോൾ ഇത് വിസിബിളായ അന്യഭാഷകളിൽ നമ്മൾ സംസാരിക്കും. അത് ദൈവം നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹം കൂടെയാണ്. അത് കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ അറിയാം എന്തിനാണ് ഈ അന്യഭാഷകൾ നൽകുന്നത് എന്നുള്ളത്. ഒന്ന്, മറ്റെല്ലാ കൃപാവരങ്ങളും മറ്റുള്ളവരുടെ എഡിഫിക്കേഷൻ ആകുമ്പോൾ, മറ്റുള്ളവരുടെ ആത്മീക വർധനവനാകുമ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നത് തനിക്ക് താൻ ആത്മീക വർധനവ് വരുത്തും. അപ്പൊ സ്വയം ആത്മീക വർധനവിന് കർത്താവിനോട് സംസാരിക്കുന്നതിന് വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ് സ്പീക്കിംഗ് ഇൻ ടങ്സ്, അന്യഭാഷയിൽ സംസാരിക്കുക എന്നുള്ളത്. അപ്പൊ അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ ബലപ്പെടുത്താൻ അത് സഹായിക്കുന്നു എന്നുള്ളത് സംശയം. അതുപോലെ തന്നെ അന്യഭാഷയിൽ സംസാരിക്കുന്ന മറ്റുള്ളവന് മനസ്സിലാകുന്ന ഭാഷ, അത് വ്യാഖ്യാനിയുടെ സഹായത്തോടുകൂടെ മറ്റുള്ളവന് മനസ്സിലാക്കത്തക്ക രീതിയിൽ സഭയിൽ പ്രസ്താവിക്കപ്പെടേണ്ട ഒരു വരമാണ്. അതും ദൈവവചനം കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ ഇപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, അത് വളരെ സവിസ്തരമായി ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ അന്യഭാഷയിൽ സംസാരിക്കണം എന്നതൊരു കൽപ്പനയല്ല എങ്കിലും പരിശുദ്ധാത്മാവ് വരുന്ന ഇടങ്ങളിൽ അന്യഭാഷകൾ സംസാരിക്കപ്പെടും എന്നുള്ളത് വചനത്തിന്റെ തെളിവാണ്. എന്നാൽ നമ്മൾ ജീവിക്കേണ്ടത് ആത്മനിറവിലായിരിക്കണം, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന്റെ കീഴിലായിരിക്കണമെന്ന് വചനം നമ്മളെ കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ വന്നപ്പോൾ ആക്ട്സ് ചാപ്റ്റർ 2 എന്താ സംഭവിക്കുന്നത്? ആത്മനിറവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇവരുടെ വന്നപ്പോൾ അവിടെ നാം വായിക്കുന്നത് അവർ പരിശുദ്ധാത്മ നിറഞ്ഞവരായി എന്നാണ് വായിക്കുന്നത് അല്ലെ? പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവർ പരിശുദ്ധാത്മാവ്. അപ്പൊ ആത്മാവ് ഇവരിലേക്ക് വന്നു. ഇവർ ആത്മാവിനാൽ സ്നാനപ്പെടുമ്പോൾ, ആത്മസ്നാനം അനുഭവിക്കുമ്പോൾ, ഇവർ അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ അവിടെ എടുത്തു കാണിക്കുന്ന ഒരു വാക്കാണ് അവർ ആത്മാവ് നിറഞ്ഞവരായി. അപ്പോൾ ആ ഒരു നിറവിന്റെ അനുഭവത്തിലേക്ക് അവരെ ആരംഭിക്കുക. അത് ഒറ്റ രാത്രി കൊണ്ടോ ആ ഒരു നിമിഷത്തെ ഇമോഷണൽ വൈകാരിക പ്രകടനങ്ങൾ കൊണ്ടോ അവിടെ അവസാനിക്കുകയല്ല. ആ ഒരു അനുഭവം കഴിയുമ്പോൾ ധൈര്യശാലി അല്ലാതിരുന്ന പത്രോസ് വളരെ ധൈര്യത്തോടു കൂടി എഴുന്നേൽക്കുക. അവിടെ ഒരു കാര്യം, ഒരു സംഭവം തുടർമാനമായി നടക്കുകയാണ്, അതിന് തുടർച്ചയായി നടക്കുക. നമ്മൾ ഈ പ്രസംഗിക്കുമ്പോൾ വളരെ ലളിതമായി അല്ലെങ്കിൽ വളരെ ലളിതമായി ഒരു ആവേശം ഉൾക്കൊള്ളുന്ന രീതിയിൽ നമ്മൾ പറയും, ധൈര്യശാലിയിലെ ഭയന്ന് ഭീരുവായിരുന്ന പത്രോസ് വേഗം അവനമേൽ ധൈര്യശക്തി വന്നു, പരിശുദ്ധാത്മ വന്നപ്പോൾ അവൻ ധൈര്യമുള്ളവനായി തീർന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ആവേശമൊക്കെ ഉണ്ടാകും. എന്നാൽ അതിനേക്കാൾ അല്പം കൂടെ നമ്മൾ അവിടെ ചിന്തിക്കേണ്ടതായ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ പത്രോസ് ഇത് സംസാരിക്കും. ഇതിനെയാണ് ക്യാരക്ടർ. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ക്യാരക്ടർ ഉണ്ട്, പേഴ്സണാലിറ്റി ഉണ്ട്, ടെമ്പറമെന്റ്. ടെമ്പറമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ജന്മന സിദ്ധിച്ച, പ്രകൃതിയാൽ സ്വാഭാവികമായി കിട്ടിയ കഴിവ്. ഇത് കൂടാതെ ക്യാരക്ടർ ഉണ്ട്, അത് നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്, നമുക്ക് ട്രെയിനിങ്ങിലൂടെ, നമ്മുടെ ടീച്ചിങ്ങിലൂടെ, പ്രീച്ചിങ്ങിലൂടെ കിട്ടിയിരുന്നു. മറ്റൊന്ന് പേഴ്സണാലിറ്റി ഉണ്ട്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തും അല്ലാതെ നമ്മൾ പുറമെ കാണിക്കും. അപ്പോ പത്രോസിന്റെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പത്രോസ് തലേ രാത്രി വരെ, പത്രോസിന് ഒരു പ്രത്യേക ഒരു ടെമ്പറമെന്റ്, ഒരു പ്രത്യേക സ്വഭാവം. നമുക്ക് വേണമെങ്കിൽ സാധാരണ പ്രസംഗിക്കുന്നവരൊക്കെ പറയുന്നതാണ് എടുത്തുചാട്ടം എന്ന് പറയുന്ന ഒരു കാര്യം പത്രോസിനുണ്ട്. നമ്മളത് വായിച്ചിട്ട് എവിടെയും പത്രോസ് ചാടിക്കറി ചോദ്യം ചോദിക്കും. ചില ആളുകൾ നമ്മുടെ ഇടയിലും അങ്ങനെയാണ്, ഭയങ്കര ആക്റ്റീവാണ്. അവര് വേറൊന്നും ചിന്തിക്കില്ല, പുറകിലോ മുമ്പിലോ ഒന്നും ചിന്തിക്കുകയില്ല.
ഓക്കെ, ഈ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രൂപാന്തരം, യേശുക്രിസ്തുവിന് രൂപാന്തരം സംഭവിക്കുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫിഗറേഷൻ സംഭവിക്കുന്ന സമയത്ത് താൻ എന്താ പറയുന്നത് പോലും അറിയാതെ പത്രോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമുക്കൊരു 3 കുടിലൊക്കെ കിട്ടിയാലോ എന്നൊക്കെ ചോദിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് വളരെ എന്താ അദ്ദേഹത്തിന്റെ ഇൻബോൺ ക്യാരക്ടറാണ്. എവിടെയും കർത്താവ് ഇത് തന്നെ പത്രോസിന്റെ സ്വഭാവം ഇതാണ്, ഇൻബോൺ ക്യാരക്ടറാണ് പത്രോസ്. എന്നാൽ കുറെ യേശുവിന്റെ കൂടെ നടന്നപ്പോൾ ഒരു ക്യാരക്ടർ തനിക്കുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സ്വഭാവം. ആ സ്വഭാവം യേശു കർത്താവിനോട് പറയുന്നത്, നീ പോയി മരിക്കുന്നിടത്ത് ഞാനും മരിക്കാൻ റെഡിയാണ്, കാരണം കുറെ പ്രസംഗം കേട്ടിട്ടുണ്ട്, നിന്നെ ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, ആ ക്യാരക്ടർ അകത്ത് നല്ല മനസ്സാണ് അല്ലെ, നല്ല മനസ്സ്. ഇത് തന്നെ പ്രിറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, തനിക്കൊരു ധൈര്യം ഉണ്ടെന്നൊക്കെ വരുത്തി തീർത്തൊക്കെയാണ് താൻ ഈ ക്രൂശീകരണ സമയത്തൊക്കെ നിൽക്കുന്നത്. ഞാൻ ആ ക്യാരക്ടർ അനലൈസ് ചെയ്യുന്നില്ല. ഇൻ ഷോർട്ട്, ഈ പത്രോസിന് ഇതെല്ലാം ഉണ്ട്, നമ്മളെ പോലെ തന്നെ ഒരാളാണ്. എന്നാൽ ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് വന്നപ്പോൾ ഇയാളങ്ങ് മാറി. ഇതെങ്ങനെ ഈ ഒറ്റയടിക്ക് ഇയാളങ്ങ് മാറുക? ഒറ്റയടിക്ക് അദ്ദേഹത്തിന് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ആവേശം കയറി വന്നതല്ല. അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം പ്രാർത്ഥിച്ചപ്പോൾ ഒരു ശക്തി വന്നു, ആ ശക്തി വന്നുകൊണ്ട് അങ്ങ് ആവേശത്തിൽ എഴുന്നേറ്റതല്ല. പത്രോസിന്റെ പ്രസംഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്താ വിഷയം. ഈ ധൈര്യം വരാനുള്ള കാര്യം, ധൈര്യം വരാനുള്ള ഒറ്റ കാരണം ഇതാണ്, പുനരുത്ഥാനം എന്താന്ന് തനിക്ക് മനസ്സിലായി. അതാണ് തനിക്ക് വന്നൊരു മാറ്റം. പുനരുത്ഥാനം എന്താണെന്ന് തനിക്ക് കൃത്യമായി മനസ്സിലായി. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യിൽ കൊടുത്തു, പക്ഷേ ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർപ്പിച്ചു. ഞങ്ങൾ സാക്ഷികളാം, ദാവീദിന്റെ കല്ലറ വരെ അടഞ്ഞു കിടക്കും, പക്ഷെ ഞങ്ങൾക്ക് സാക്ഷികളെ ഞാൻ കണ്ണാൽ കണ്ടു. എന്ത്? ആ കല്ലറ തുറന്ന് അവൻ ഉയർത്തെഴുന്നിട്ട് ഞാൻ കണ്ടു. ഈ ഒരു എൻകൗണ്ടർ എക്സ്പീരിയൻസ് ഉണ്ട്, ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി മനസ്സിലാക്കിയ ഒരു അനുഭവം. അപ്പോഴാണ് യേശു പഠിപ്പിച്ചത് മുഴുവനും തന്നിലേക്ക് വരുന്നത്. ഇതിനു മുൻപ് യേശു പഠിപ്പിച്ചത് ഏതാ? യേശുവിനെ ക്രൂശിക്കുന്ന സമയത്ത് വരേണ്ടതാണ്, ഇല്ലേ? യേശുവിനെ ക്രൂശിക്കുന്ന സമയത്തും താൻ അകലം വിട്ട് അനുഗമിക്കുന്നുണ്ട്. അപ്പോഴും ഇതൊക്കെ യേശു പഠിപ്പിച്ചതൊക്കെ ഓർമ്മ വരേണ്ടത്. അങ്ങനെയാണ് തള്ളിപ്പറയോ? ഇല്ല, തള്ളിപ്പറയത്തില്ല. പക്ഷെ അപ്പോൾ ഇത് വരുന്നില്ലാത്തതിന്റെ കാര്യം, അപ്പൊ താൻ കേവലം ഒരു ജഡത്തില പരിശുദ്ധാത്മ നിറവിന്റെ അനുഭവം അനുഭവിക്കുന്നില്ല. എന്നാൽ ഇവിടെ സംഭവിക്കുന്ന എന്താ? ഈ ഒരു സംഭവത്തോടെ പരിശുദ്ധാത്മാവ് വന്നപ്പോ, പരിശുദ്ധാത്മാവ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതുപോലെ അവൻ സകല സത്യത്തിന് വഴി നടത്തുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും. ഇപ്പൊ ഈ ആത്മാവ് വന്നപ്പോഴാണ് ഈ ഓർമ്മ വരുന്നത്. അപ്പോഴാണ് ക്യാരക്ടർ മാറുന്നത്, പേഴ്സണാലിറ്റി മാറുന്നത്, ഇൻബോൺ ട്രേറ്റ്സ് വരെ മാറും, അകത്ത് ജന്മനാ കിട്ടിയിരിക്കുന്നവരെ മാറുകയാണ്. ഇപ്പോ അതാണ് ഈ പൗലോസിനും പത്രോസിനും ഒക്കെ ഉണ്ടായിരുന്ന ഗുണം. നമുക്ക് പിന്നീട് അതുപോലെ ക്യാരക്ടർ പഠിച്ചാൽ മനസ്സിലാവും. യേശുവിൻ പരിശുദ്ധാത്മ പൂർണ്ണരാകുന്നതിന് മുമ്പും അതിനുശേഷമുള്ള ക്യാരക്ടർ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കണം. എക്സ്ട്രീംലി അവർ ചേഞ്ച് ചെയ്യാം, എക്സ്ട്രീംലി അവർക്ക് ചേഞ്ചസ് വരിക. പത്രോസിനെ സംബന്ധിച്ചിടത്തപ്പോ ഈ ഇതന്നെ ഞാൻ ഒരു ഉദാഹരണം പറയാം. എന്തിനീ ധൈര്യം വന്ന് പത്രോസിന് എവിടുന്ന ധൈര്യം വന്നു? ആ ധൈര്യം വന്നതിന്റെ ഒരു പ്രിൻസിപ്പിൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ പറയുന്നു, ഞങ്ങൾക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകും. ഈ പ്രിൻസിപ്പിൾ നമ്മെ പഠിപ്പിക്കാൻ നമ്മുടെ ജഡം സമ്മതിക്കുന്നു. ഓക്കെ, ഈ തത്വം എന്നോട് പറയുമോ? ഇപ്പൊ പറയുന്നു മരിക്കുന്നത് നല്ലതാന്ന് സ്വാഭാവികമായിട്ട് നമ്മളോട് നമ്മുടെ ജഡം ഒരിക്കലും പറയുന്നു. മരിക്കാതിരിക്കാൻ മാക്സിമം ചെയ്യും. അതുകൊണ്ടാണല്ലോ നമ്മൾ എന്തൊക്കെ ചെയ്യാവോ മരിക്കാതിരിക്കാൻ അതെല്ലാം നമ്മൾ ചെയ്യും. പക്ഷേ ഈ ആത്മനിറവ് വന്നപ്പോഴത്തേക്കിന് ആ ചിന്ത വിട്ടുപോകും. ഉദാഹരണം പറയാം. ഈ പത്രോസൊക്കെ കടലിൽ പോയ സമയത്ത് കർത്താവ്, അയ്യോ കർത്താവ്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ല. അപ്പൊ അന്ന് പേടിയായിരുന്നു. അയ്യോ മരിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നവർ, ജീവനൊക്കെ കൊടുക്കാൻ ഭയങ്കര പേടിയാണ്. പക്ഷെ ഈ പരിശുദ്ധാത്മാവ് വന്നപ്പോഴത്തേക്കും ഇത് വലിയ വിഷയമല്ല. ജീവിക്കുന്നത് ക്രിസ്തു, ജീവിച്ചാൽ ക്രിസ്തു, മരിച്ചാൽ ലാഭം. ഈ ഒരു ആറ്റിറ്റ്യൂഡ് വന്നതിന്റെ കാര്യം, അതിനാണ് ഈ പരിശുദ്ധാത്മ നിറവ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഈ ധൈര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് കേവലം ഒരു ആവേശത്തിന്റെ പുറത്ത് വന്നതല്ല. കർത്താവ് പഠിപ്പിച്ച കുറെ കാര്യങ്ങൾ ഇപ്പോഴും ഓർമ്മ വരും. പുനരുത്ഥാനം എന്താന്ന് മനസ്സിലാക്കി. യേശു കർത്താവ് പുനരുത്ഥാനം ചെയ്താൽ പണ്ടിവരെ പഠിപ്പിച്ചിട്ടുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും.
ഇതിനു മുമ്പ് ഇവരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോകുന്നത് വെറുതെയല്ല, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകും, എന്നിട്ട് ഞാൻ വന്ന് നിങ്ങളെ ചേർക്കും. ഇതൊക്കെ ഓർമ്മപ്പെടുത്തി പിന്നെ ഭയം ഉണ്ടാകും. ഭയം നമ്മളിൽ നിന്നും പോവില്ല. സാക്ഷീകരിക്കുവാൻ, സുവിശേഷം പറയാൻ നമ്മുടെ തടസ്സം എന്താ? നമ്മുടെ ഭയമല്ല. ആ ഭയം പോകുന്നത് നമ്മൾ ജഡത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ ഭയം ഉണ്ട്, ഈ പേടിയുണ്ട്, സത്യമാണ്. കാരണം നമ്മൾ ഈ ലോകത്തെ ജീവിക്കും. പക്ഷെ ഈ ഭയത്തെ പരാജയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അവിടെയാണ് ഈ പരിശുദ്ധാത്മ നിറവിന്റെ അനുഭവം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ കർത്താവിന്റെ ആത്മനിറവ് എന്ന് പറയുമ്പോൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? കർത്താവെ അങ്ങേ സാക്ഷീകരിക്കാനുള്ള ഒരു ശക്തി അത് ഞങ്ങൾക്ക് വേണം. അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമല്ല. ഭയത്തിന് ഒത്തിരി വേർഷൻസ് ഉണ്ട്. ഭയം എന്നുള്ളതിന് ഒത്തിരി വേർഷനുകളുണ്ട്. ഓക്കെ, പല രൂപങ്ങളുണ്ട്, പല രീതിയിലാണ് നമുക്കൊക്കെ ഭയം. ഇപ്പൊ ചില ആളുകളോട് പറയും ഭയം ഉണ്ടോന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറയും ഞങ്ങൾക്ക് ഒട്ടും ഭയമില്ല. പക്ഷെ സത്യത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകൂടെ ആവർത്തി ചോദിച്ചാൽ ഭയമുണ്ട്. കർത്താവിന്റെ, എനിക്ക് ചില സമയം ആ ടെക്നിക്ക് രസകരമായി ചിന്തിച്ചാൽ അതൊരു ടെക്നിക്കാണെന്ന് ചിന്തിക്കാം. പത്രോസിന്റെ അടുത്ത് തന്നെ വന്നിട്ട് ചോദിക്കുന്നത്, ഇവരെല്ലാവരെക്കാളും അധികമായി നീ എന്നെ സ്നേഹിക്കും. ഒറ്റ ചോദ്യത്തിലാണ് പിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയും. പക്ഷെ രണ്ടാമത് ചോദിക്കുമ്പോഴും മൂന്നാമത് ചോദിക്കുമ്പോഴും ശരി ഉത്തരം പുറത്തു വരും എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന പലരോടും ചോദിക്കുകയാണ്, പേടിയുണ്ടോ, ഭയമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും ഭയമില്ല, ഭയങ്കര ധൈര്യശാലില്ല. പക്ഷെ ഒന്നുകൂടെ ചോദിച്ചാൽ എന്തൊക്കെയോ പേടിയുണ്ട്. കാരണം മനുഷ്യരാണ്, വേറൊന്നും കൊണ്ടല്ല, നമ്മൾ മനുഷ്യരായതുകൊണ്ടാണ്. അത് ഈ ഭയം വന്ന ചരിത്രം തന്നെ നമുക്കറിയാം. ഈ മനുഷ്യകുലത്തിൽ ഭയം വന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്കറിയാം, ദൈവം ചോദിച്ചു, ആദമേ നീ എവിടെ, മനുഷ്യ നീ എവിടെ എന്നാ ചോദ്യത്തിന് ആദം പറയുന്നതാണ്, നിന്നെ പേടിച്ചിട്ട് ഞങ്ങൾ ഒളിച്ചിരിക്കും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-10 വരെ നമ്മൾ കാണാം. അപ്പൊ അവിടെയാണ് ഭയം ആരംഭിക്കുന്നത്. പാപത്തിന്റെ റിസൾട്ടാണ് എന്ത്? ഭയം. ഇന്ന് ഹ്യൂമാനിറ്റി, മനുഷ്യവർഗം മുഴുവനും എല്ലാവർക്കും ഭയമുണ്ട്. ആ ഭയത്തിന്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് പാപം തന്നെയാണ്. ലോകത്ത് പാപം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പൊ അന്നു മുതൽ മനുഷ്യനിൽ ഭയമുണ്ട്. നമുക്കും ഇന്നും ഭയമുണ്ട്. നമ്മൾ സുവിശേഷീകരണത്തിന് ഇറങ്ങുമ്പോഴും നമ്മിലെല്ലാം ഭയമുണ്ട്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച് നമ്മൾ കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കുകയാണ്. ഞാൻ എന്നെ ഉൾപ്പെടെ നമ്മളെല്ലാം നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഭയങ്ങൾ പലയിടങ്ങളിൽ. ഭയത്തിന് പല രൂപമുണ്ട്. ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഏകദേശം ഒരു 20-25 വേർഷനുകൾ അല്ലെങ്കിൽ രൂപങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടപ്പോഴാ ചിന്തിച്ചത്, ഇതിൽ പലതും നമുക്കും ഉണ്ടാവാം. ഭയത്തിന്റെ ഒരു വേർഷനാണ് ഉത്കണ്ഠ എന്ന് പറയുന്നത്. ആൻഷൈറ്റി. വല്ലാതെ നമ്മൾ ഉത്കണ്ഠപ്പെടുകയാണ്, ഓരോ കാര്യങ്ങളെ ഓർത്ത് ഉത്കണ്ഠപ്പെടുക. പ്രത്യേകിച്ച് കാര്യമുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ ഉത്കണ്ഠപ്പെടുക. നെക്സ്റ്റ് എങ്ങനെ, അടുത്തത് എങ്ങനെ എന്നുള്ളതിനെ പറ്റി നമ്മൾ വല്ലാതെ ആൻഷൈറ്റി ഉള്ളവരായി തീരാറ് ഇല്ലേ? അതൊരു ഭയത്തിന്റെ ഒരു രൂപമാണ് അല്ലെ? ഭീരുത്വം നമുക്കറിയാം. സാധാരണ ഒരു കാര്യം ചെയ്യുന്നതിന് തടസ്സമായി നമ്മുടെ ഉള്ളിൽ പിടിച്ചു വലിക്കുന്ന ഒരു ഭയമുണ്ട്, ഭീരുത്വം. നമുക്കെല്ലാം ഉള്ള സ്വാഭാവികമായിട്ടൊരു പ്രശ്നമാണ് ആകുലം. അതും ഒരു പേടിയാണ്, ആകുലം. ഇതിനെല്ലാം ബൈബിൾ ആൻസർ ചെയ്യുന്നുണ്ട്, അതെല്ലാം ഞാൻ വായിക്കുന്നില്ല അല്ലെ? ആകുലം. കർത്താവ് പത്രോസ് തന്നെ അതാ പറയുന്നത്, നിങ്ങളുടെ ചിന്താകുലങ്ങളൊക്കെയും കർത്താവിന്റെ മേൽ ഇട്ടുകൊള്ളു. ഇങ്ങനെ ആകുലങ്ങളുള്ള ഒരാളായിരുന്നു പത്രോസ്. ചിന്താകുലം ഇട്ടുകൊടുക്കുക, അതൊരു ഭയമാണ്. ചിന്താകുലങ്ങൾ എന്ന് പറയുന്നത് ഒരു ഭയം. കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ നമ്മളെല്ലാം ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെ ഇല്ല. നമ്മുടെ ഫാമിലി, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ സാഹചര്യം എന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയിട്ടുള്ളത്, പലപ്പോഴും ഭയപ്പെടുത്തുന്നത് തന്നെയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മ നിറവിനെ പറ്റി കൂടുതലായി ദാഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത് ആ സ്ഥലത്ത്. അപ്പൊ ഈ ആകുലങ്ങൾ മറക്കണമെങ്കിൽ, വിടണമെങ്കിൽ, ഈ ഭയം പോകണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മ നിറവിന്റെ ആ വളർച്ച അനുഭവം നമ്മിൽ ഉണ്ടാവണം. ഓക്കെ, ചിന്താകുലങ്ങൾ, സംശയങ്ങൾ അതൊരു ഭയമാണ്. അപകർഷത ഒരു ഭയമാണ്. അപകർഷത ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സിനെ കാർന്നു തിന്നുന്ന ഒരു വിഷം തന്നെ. മൈക്ക് മ്യൂട്ടാണേ. കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ.
ഓക്കെ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയും. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് പലർക്കും, ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഞാനത് വിശദീകരിക്കുന്നില്ല, പലർക്കും അറിയാം. ഏറ്റവും കൂടുതൽ സുവിശേഷകന്മാരെ പോലും സുവിശേഷം പറയുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന ഒരു പ്രശ്നമാണിത്. ഞാൻ ഒന്നുമല്ല, ഞാൻ ഏതുമല്ല, എന്നെ കൊണ്ട് കൊള്ളത്തില്ല, എന്നേക്കാൾ ബെറ്റർ അവരാണ്, എന്റെ സ്വഭാവം ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ സ്വയം ഒരു ഇൻഫീരിയോറിറ്റി ഫീൽ ചെയ്യുകയും മറ്റുള്ളവരെ സുപ്പീരിയർ ആയിട്ട് നമ്മൾ മറ്റുള്ളവരെല്ലാം ബഹുമാനത്തോടു കൂടെ കാണണമെങ്കിലും നമ്മൾ അർഹിക്കുന്നതിനപ്പുറത്തേക്ക് അവരെ സുപ്പീരിയറായും നമ്മൾ ഒത്തിരി ഇൻഫീരിയറായും കാണുന്ന ഒരു കാഴ്ചയാണ്. അതൊരു ഭയത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ കാണുന്ന ഒരു ചിത്രമുണ്ട്, അതുപോലെ തന്നെ നാണം, ഷൈനസ്, സഭാകമ്പം, ഒത്തിരി വേർഷൻസും ഉണ്ട്. ഈ ഭയത്തിന്റെ പല പല രൂപങ്ങളാണ്. സഭാകമ്പം ഉള്ളവരുണ്ട്, കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, പ്രസംഗിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും പലപ്പോഴും സ്റ്റേജിൽ കയറാൻ പോലും അല്ലെങ്കിൽ 2 വാക്ക് എഴുന്നേറ്റ് പറയാൻ പോലും ഭയപ്പെടുന്ന ഒത്തിരി ദൈവദാസന്മാർ ഇന്നും നമ്മുടെ ഇടയിൽ ഒത്തിരി പേരുണ്ട്. ദൈവത്തിന്റെ ചിന്തകളും നല്ല ആലോചനകളും പകരുന്നുണ്ട്, പക്ഷെ അത് പറയാൻ പേടിയുള്ള ഒത്തിരി ആളുകൾ. ഓക്കെ, കുറ്റബോധങ്ങൾ, അനാവശ്യമായ കുറ്റബോധം, ദേഷ്യപ്പെടലുകൾ. ഭയത്തിനൊരു മറ്റൊരു രൂപമാണ് ദേഷ്യം. എന്റെ ദേഷ്യം മറ്റൊരാൾ മനസ്സിലാകാതിരിക്കാൻ ദേഷ്യപ്പെടുന്ന ആളുകൾ, എന്റെ ഭയം, ഞാൻ പേടിയുള്ളവനാണെന്ന് മനസ്സിലാകാതിരിക്കാൻ ദേഷ്യപ്പെടുന്ന ആളുകൾ. അപ്പൊ ദേഷ്യപ്പെടുന്നതിനകത്ത് ആ ഭയം അങ്ങ് പൊക്കുള്ളൂ. ആളുകൾ വിചാരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദേഷ്യപ്പെടുന്നത് പേടിച്ചിട്ടാണ്. അപ്പം ഇതെല്ലാം പല രൂപങ്ങളാണ്. ഇത് മനുഷ്യന്റെ കുലത്തിൽ നമുക്കെല്ലാവരും. എന്നാൽ ആത്മീക ശുശ്രൂഷയ്ക്ക് ഇത് തടസ്സമാണ്. ഈ ഭയങ്ങൾ ആത്മീയ ശുശ്രൂഷകൾക്ക് തടസ്സമാണ്. കാരണം ഇതുള്ളപ്പോ ശുശ്രൂഷിക്കാൻ പറ്റില്ല, മിനിസ്ട്രി ചെയ്യാൻ പറ്റില്ല, മിഷൻ ചെയ്യാൻ പറ്റില്ല, കർത്താവിന് വേണ്ടി നിലകൊള്ളാൻ പറ്റില്ല. നമ്മൾ എടുത്തു നോക്കൂ, ഏത് ദൈവദാസനെയും ഒരു മിഷന് വേണ്ടി, ഒരു ദൗത്യത്തിന് വേണ്ടി അയക്കുമ്പോൾ കർത്താവ് ആദ്യം പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട്. ഫിയർ നോട്ട് എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. ശ്രദ്ധിച്ചിട്ടല്ലേ? മോശയോട് ഇതാ പറഞ്ഞത്, യോശുവയോട് ഇതാണ് പറഞ്ഞത്, യെരമ്യാവിനോട് ഇതാ പറഞ്ഞത്, യെശയ്യാവിനോട് പറഞ്ഞതാണ്, എല്ലാവരോടും പറഞ്ഞത് തന്നെയാണ് ഡു നോട്ട് ഫിയർ എന്നുള്ളതാണ്. കാരണം കർത്താവ് ഇഷ്ടപ്പെടാത്ത ഒരു നേച്ചറാണ് ഫിയർ, പേടി എന്നുള്ളത്. അത് പാപം നിമിത്തം വന്നതാണ്. കാരണം ഒന്ന്, നമുക്ക് ദൈവത്തോടടുക്കാൻ പേടിയുണ്ട്. കാരണം ഞാൻ ബലഹീനനാണോ, കുറവുള്ളവനാണോ, തെറ്റുകാരനാണോ എന്നുള്ളൊരു ചിന്താകുലം. പലപ്പോഴും നമ്മളൊരു പ്രസംഗം പ്രസംഗിക്കുമ്പോൾ ഇതെന്നെ കൊണ്ട് പ്രസംഗിക്കാൻ പറ്റുമോ, ഞാൻ ഇതുപോലെ തന്നെ അല്ലല്ലോ, എനിക്കെന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് ചിന്തിച്ച് ചില പ്രസംഗങ്ങൾ മാറ്റിവിടുന്ന, ദൈവം അറിയിച്ച ആലോചനകൾ പോലും മാറ്റിവിടുന്നത് നമ്മുടെ ഇടയിൽ. അപ്പോഴും ചില ആളുകൾ ചിന്തിക്കും, നമ്മൾ ഈ ഹോളിനെസ്സെ പറ്റി ചിലർ പ്രസംഗിക്കാറില്ല. എന്തുകൊണ്ടാണ് പ്രസംഗിക്കാത്തതെന്ന് ചോദിച്ചാൽ അവര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഹോളിനെസ്സിനെ പറ്റി പ്രസംഗിക്കുമ്പോൾ എനിക്ക് പേടിയാണ്, ഞാൻ അങ്ങനെ തന്നെ ആണോ. കാരണം ദൈവം നീതീകരിച്ചിട്ടും ആ നീതീകരണം മനസ്സിലാക്കാൻ കഴിയാതെ നമ്മൾ ഇന്നും പലരും ആയിട്ടുണ്ട്. അവിടെ നമുക്ക് ഏറ്റവും കൂടെ സഹായം വേണ്ടത് പരിശുദ്ധാത്മാവിന്റെ. പരിശുദ്ധാത്മ നിറവുള്ളപ്പോഴാണ് നമുക്ക് ഈ ധൈര്യം ഉണ്ടാകും, ദൈവത്തോടടുക്കാൻ ധൈര്യം ഉണ്ടാകും. തക്ക സമയത്ത് കരുണ ലഭിപ്പാൻ, കൃപാസനത്തോളം ചെല്ലാൻ നമുക്ക് സാവകാശമുണ്ട്. ആകയാൽ നിങ്ങൾ ഭയങ്ങൾ നീങ്ങണം, പേടി മാറണം. അത് നമുക്ക് ആ ഒരു അനുഭവം ഉണ്ടാകാൻ പരിശുദ്ധാത്മ നിറവ് ആവശ്യമാണ്. ഓക്കെ, സമയം വേഗം പോകുമല്ലോ. അപ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന ഒരു കാര്യമാണ്. അപ്പൊ ഇതിനകത്തു നിന്നൊക്കെ നമുക്ക് വിടുതൽ നൽകണമെങ്കിൽ, ഈ പേടിക്കകത്ത് വിടുതൽ നൽകണമെങ്കിൽ പരിശുദ്ധാത്മ നിറവ്. പത്രോസിന്റെ ക്യാരക്ടർ നമ്മൾ പറഞ്ഞത്, ഈ ക്യാരക്ടർ ഉണ്ടായിരുന്ന പത്രോസിന് ഇത്രമാത്രം ധൈര്യം വന്നതിന്റെ ഒറ്റ കാരണം അവന്റെ മേൽ വന്ന പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ അനുഭവം. ആ പരിശുദ്ധാത്മ നിറവിലേക്ക് വന്നപ്പോൾ താൻ ധൈര്യശാലിയായി മാറുകയാണ്. കാരണം ധൈര്യശാലിയായി മാറിയതിന്റെ കാര്യം ആവേശത്താൽ ധൈര്യം കയറിയതല്ല. അങ്ങനെ കയറുന്ന ഒത്തിരി ആളുകളുണ്ട്, ഒരു പ്രത്യേക ഒരു ഇമോഷണൽ ധൈര്യമാകുന്നു. പക്ഷെ അങ്ങനെ ആയതല്ല. ഇവിടെ നാം വായിക്കുമ്പോൾ വചനത്തിന്റെ തെളിവോടെ എത്ര വേഗത്താണ് അദ്ദേഹം ആ 16-ാം സങ്കീർത്തനത്തിലേക്ക് പോകുന്നത്, യെശയ്യാ പ്രവചനങ്ങളിലേക്ക് പോകുന്നത്. അദ്ദേഹം എത്ര വേഗമാണ് മറ്റ് പുസ്തകങ്ങളിലൂടെ സഞ്ചരിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലെ പ്രസംഗം. ഇത്ര വേഗം ആ പ്രസംഗങ്ങളെല്ലാം പ്രിപ്പയർ സെർമൺ അല്ല, അത് നോട്ട് എഴുതി പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾ വെച്ച് എഴുതി വെച്ച പ്രസംഗമൊന്നുമല്ല. അത് പരിശുദ്ധാത്മാവ് ഇദ്ദേഹത്തിൽ വന്നപ്പോ ഇദ്ദേഹത്തിന് പെട്ടെന്ന് ദൈവം, കർത്താവ് പഠിപ്പിച്ചതെല്ലാം ഓർമ്മകളിൽ വരുന്നതാണ്. ഇതെല്ലാം ഓർമ്മയിൽ വരുന്നതാണ്. ഇതിനാണ് പരിശുദ്ധാത്മ നിറവിന്റെ ആവശ്യം. പരിശുദ്ധാത്മ നിറവെന്ന് പറയുമ്പോൾ സാക്ഷീകരിക്കാനുള്ള ശക്തി എന്നുള്ളതാണ്. അതാണ് അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 31-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിലൊക്കെ അടച്ചതിന് ശേഷം ഈ ജനം വരുന്ന പ്രാർത്ഥിക്കുകയാണ്. ആക്ട്സ് ചാപ്റ്റർ
4:31. എങ്ങനെ അത് വായിക്കുന്നത്? നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുടി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഇവിടെ എന്താ സംഭവിച്ചത്? പരിശുദ്ധാത്മാവ് വന്നപ്പോ എന്ത് വന്നു? ധൈര്യം ഉണ്ടായി, വചനം പ്രസംഗിച്ചു. ഓക്കെ, അപ്പൊ ധൈര്യം ഉണ്ടായി, വചനം പ്രസംഗിച്ചു. അപ്പോ പരിശുദ്ധാത്മ പൂർണ്ണരായവർ. അപ്പൊ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലും ഇത് തന്നെയാണ് പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? പരിശുദ്ധാത്മ നിറവെന്ന് പറഞ്ഞാൽ ഒരു സമയത്തുണ്ടായ ഒരു ഇമോഷൻ അല്ല, അത് കണ്ടിന്യൂസ് ആണ്, അത് തുടർമാനമാണ്. അതിവിടെ ഈ ജനം പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും അവരുടെ മേലെ പരിശുദ്ധാത്മ പൂർണ്ണതയുടെ നിറവിന്റെ അനുഭവം അവർക്ക് മനസ്സിലാവുക. ഇവിടെയും ഡ്രാസ്റ്റിക് ആയിട്ട് നമ്മൾ ഒത്തിരി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പത്രോസൊക്കെ ഉൾപ്പെട്ട് നിൽക്കുന്നത് ഏത് കമ്മ്യൂണിറ്റിയിലായിരുന്നു? ജൂയിഷ് കമ്മ്യൂണിറ്റിയിലായിരുന്നു, ഇല്ലേ? യഹൂദന്മാരായിരുന്നു അവർ. ന്യായപ്രമാണം അറിയാവുന്നതും പ്രവചന പുസ്തകമൊക്കെ പഠിച്ചിട്ടുള്ളവരും, സങ്കീർത്തനമൊക്കെ ഇഷ്ടം പോലെ അറിയാവുന്നതും. സങ്കീർത്തനത്തിനകത്തൊക്കെ എന്നോട് പോരാടുന്നവരോട് പോരാടാനുള്ള കൃപയ്ക്ക് വേണ്ടി ഒക്കെയാണ് ഒത്തിരി പ്രാർത്ഥന. എന്നോട് ചെയ്തതുപോലെ തന്നെ അവരോടും ചെയ്യണം, അവരുടെ കുഞ്ഞുങ്ങളെ പാറമേൽ അടിച്ചു കളയണം എന്നൊക്കെ പ്രാർത്ഥിക്കാവുന്നവരാണ് ആര്? പത്രോസൊക്കെ. കാരണം യഹൂദന്മാരുടെ പ്രാർത്ഥനയിൽ അവർക്ക് വിരോധമായിരിക്കുന്ന ശത്രുക്കളെ സംഹരിക്കാൻ അവർക്ക് അവകാശമുണ്ട്, പ്രാർത്ഥിക്കാൻ അവകാശമുണ്ട്. അവരുടെ പ്രയർ അതാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന വചനം പഠിച്ചിട്ട് ഇതിനു മുൻപും യേശുവിന്റെ കൂടെ നടന്നപ്പോഴും ഞാനത് വായിക്കാൻ എല്ലാ വാക്യങ്ങളും എടുക്കുന്നില്ല. ഒരിക്കൽ ചോദിച്ചു, ശമരിയയിൽ ചെന്നപ്പോൾ ഞങ്ങൾ ഏലിയാവ് പറഞ്ഞതുപോലെ തീ അയച്ച് അവരെ അങ്ങ് ദഹിപ്പിച്ചേക്കട്ടെ എന്ന് പത്രോസ് ചോദിച്ചൊരു സംഭവമുണ്ട്. പത്രോസ് മാത്രമല്ല, ശിഷ്യന്മാര് ചോദിച്ച ഒരു ചരിത്രം. കാരണം യേശുവിന്റെ കൂടെ കൂടുന്നില്ല, പക്ഷെ യേശുവിന്റെ നാമത്തിൽ കുറെ അത്ഭുതങ്ങൾ അവിടെ നടത്തുന്നത് കണ്ടപ്പോ അങ്ങനെ. അപ്പൊ തങ്ങൾക്ക് പ്രതികൂലമായിട്ടുള്ളവരെല്ലാം നശിപ്പിക്കുന്ന ഒരു മനോഭാവം എപ്പോഴുണ്ടായിരുന്നു? ഈ ഹോളി സ്പിരിറ്റ് റിസീവ് ചെയ്യുന്നതിന് മുൻപ് ഇവർക്കുണ്ടായിരുന്നു. യേശു കൂടെ ഉള്ളപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് വാളെടുക്കുന്നത്. ഏതാ? പത്രോസ് യേശുവിന്റെ ശിഷ്യന്മാര് എന്താ പറയാ, പടയാളികൾ യേശുവിനെ പിടിക്കാൻ നേരത്ത് പത്രോസ് വാളെടുക്കുന്നു. യേശു കർത്താവ് അപ്പോഴും ട്രെയിനിങ് കൊടുക്കുന്നു, വാളെടുക്കരുത്, വാളുറയിലിടുക എന്ന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ആ ഉള്ളിലെ ഗ്രഡ്ജസ് അല്ലെങ്കിൽ ഉള്ളിലെ ആ എന്താ പറയാ, ശത്രുവിനോട് പോരാടാനുള്ള, ജഡത്തിൽ പോരാടാനുള്ള ആ മനോഭാവം സ്റ്റിൽ അവിടെ നിലകൊള്ളുക. ഇന്ന് പരിശുദ്ധാത്മ നിറവ് വന്നപ്പോൾ ഇവരുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചു. കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കേണമേ. പ്രാർത്ഥന മുഴുവനങ്ങ് മാറി. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾക്ക് ഇതിന്റെ നടുവിൽ വചനം സംസാരിക്കാനുള്ള കൃപ നൽകണം. അപ്പൊ ഈ പരിശുദ്ധാത്മ നിറവിന്റെ വ്യത്യാസം മനസ്സിലാക്കി. ഇതാണ് പരിശുദ്ധാത്മ നിറവിന്റെ അനുഭവം എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ നയിക്കപ്പെടേണ്ടത്. പുതിയ നിയമത്തിന്റെ വിശ്വാസികൾ നയിക്കപ്പെടുന്നത് ഈ ഒരു അനുഭവത്തിലൂടെ. അപ്പോ ഇവിടെ പ്രതികൂലങ്ങളിൽ വചനം പ്രസ്താവിക്കാനുള്ള ഒരു അനുഭവം. അതുകൊണ്ടാണ് ആത്മനിറവെന്ന് പറയുമ്പോൾ വികാരം ഇളകുന്നതല്ല. ആത്മനിറവെന്ന് പറയുമ്പോൾ വികാരം അടക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കൈയടിക്കരുത്, പാട്ടുപാടുന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇമോഷൻസ് ഒത്തിരി പെട്ടെന്ന് വരുന്ന ദേഷ്യം ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ പത്രോസിനുള്ളത് പോലെ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് മാനുഷികമായിട്ടുള്ളതൊക്കെ. എന്നാൽ പരിശുദ്ധാത്മ നിറവ് വരുമ്പോൾ അവിടെ അടങ്ങാൻ നമ്മളോട് പറയും. ഇതാണ് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 54-ാം വാക്യത്തിൽ വായിക്കുന്നത്. അവർ കോപപരവശരായവന്റെ നേരെ അടുക്കുമ്പോൾ സ്തേഫാനോസ് പരിശുദ്ധാത്മ പൂർണ്ണനായി അവൻ സ്വർഗത്തിലേക്ക് നോക്കും. ഇവിടെയാണ് പരിശുദ്ധാത്മ നിറവ്. സോ നമ്മൾ പരിശുദ്ധാത്മ നിറവ് എന്ന് പറയുമ്പോൾ ആഗ്രഹിക്കേണ്ടത് കർത്താവെ സാക്ഷീകരിപ്പാനുള്ള കൃപ. പ്രശ്നവും പ്രതികൂലവും ഇതെല്ലാം സറൗണ്ടിങ്സിലുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിന്റെ അതേ മനോഭാവത്തോടെ സാക്ഷീകരിപ്പാനുള്ള കൃപ എനിക്ക് ആവശ്യമാണ്. ഒറ്റ വാക്യം കൂടെ പറഞ്ഞ് ആ ഭാഗം വിടാം. 2 തിമോഥെയോസ് 1-ാം അധ്യായം 7-ാം വാക്യം, 2 Timothy chapter 1:7, പൗലോസ് തിമോഥെയോസോട് പറയുന്നു, നമ്മൾ പ്രാപിച്ചത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെ, സ്നേഹത്തിന്റെ, സുബോധത്തിന്റെ. അവിടെ തൊട്ടു മുകളിലത്തെ വാക്യം നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണം. അതിന്റെ താഴെയുള്ള വാക്യം
ക്രിസ്തുവേശുവിന് എന്നോടുകൂടെ കഷ്ടം സഹിക്കണം. അപ്പോൾ പരിശുദ്ധാത്മ നിറവ് എന്തുമായി റിലേറ്റഡ് ആണ്? വിറ്റ്നസിങ്ങുമായിട്ട്, സാക്ഷീകരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഭയമില്ലാതെ സാക്ഷീകരിക്കാനുള്ള കൃപ, അതാണ് പരിശുദ്ധാത്മ നിറവിന്റെ ആവശ്യകത എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് രാത്രിയിലും ഒരു വാഞ്ച, കർത്താവേ എന്നെ പരിശുദ്ധാത്മ നിറവിലാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മ നിറവിൽ എന്നെ നയിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിലകൊള്ളുന്ന ചിന്ത, കർത്താവേ എന്നെ സാക്ഷീകരിക്കാനുള്ള ശക്തി, പ്രാപ്തി എനിക്ക് നൽകണം എന്ന് നമ്മുടെ ഹൃദയത്തിൽ ഒരു വാഞ്ചയുണ്ടാകും. അന്യഭാഷകൾ പറയുകയും സാക്ഷീകരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് യഥാർത്ഥ ആത്മാവാണോ എന്ന് നമ്മൾ ഒന്നുകൂടെ അവലോകനം ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോ പരിശുദ്ധാത്മാവിൽ നമ്മൾ അന്യഭാഷകളെ സംസാരിക്കുന്നുണ്ടെങ്കിൽ നല്ലത്, അത് ആത്മീക വർധനവിന് നല്ലത്, അത് ദൈവം നമുക്ക് തന്ന കൃപ വരമാണ്. എന്നാൽ ആ അന്യഭാഷകളോടൊപ്പം നമുക്ക് സാക്ഷിയാകാൻ കഴിയുന്നില്ല എങ്കിൽ ആ അന്യഭാഷകൾ കൊണ്ടോ ആ ഒരു വികാര പ്രകടനങ്ങൾ കൊണ്ടോ അർത്ഥമില്ലാതായി. നമ്മൾ സഭയിൽ, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ അന്യഭാഷയിൽ ഒരു 100 വാക്ക് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം ബുദ്ധിയിൽ ചില വാക്കുകൾ പറയുന്നതാണ്. അത് പൗലോസ് പറയാനുള്ള കാര്യം, വെറുതെ ലേഖനം അല്ല നമ്മൾ ചിന്തി. അങ്ങനെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അന്യഭാഷയെ തുച്ഛീകരിക്കുകയല്ലായിരുന്നു. അന്യഭാഷ വേണ്ടെന്ന് പറയല്ല, അന്യഭാഷയിൽ തന്നെ നമ്മൾ സംസാരിക്കണം. അത് ദൈവം തന്ന വരമാണ്. ഒരിക്കലും ദൈവ വരങ്ങളെ നമ്മൾ നിസ്സാരവൽക്കരിക്കും. പക്ഷെ പൗലോസ് അവിടെ പറയുന്നതിന്റെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആത്മനിറവ് പ്രാപിച്ചത് കൊണ്ടുള്ള ഏറ്റവും പ്രഥമമായ ആഗ്രഹം, ദൈവത്തിന്റെ ആഗ്രഹം, ഞാൻ സാക്ഷിയാകണം. അപ്പൊ വിറ്റ്നസിങ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചിത്രം. അപ്പൊ അതാണ് രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത്. ഒന്ന് എന്താണ് നമ്മൾ ചിന്തിച്ചു വന്നിരിക്കുന്ന ഒന്നാമത്തെ കാര്യം? ദൈവത്തിന്റെ ഇഷ്ടം എന്ന് സംഭവിക്കണം. സന്തോഷമുള്ള, നന്ദിയുള്ള, കീഴടങ്ങുന്ന ഒരു മനോഭാവം. 2, സാക്ഷീകരിക്കുന്ന ഒരു സ്വഭാവം. മൂന്നാമത്തെ ഭാഗം നാം ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദമായി ചിന്രീകരിക്കേണ്ടതാണ്. എങ്കിലും ഞാൻ അതിന്റെ ഒരു തുടക്കം മാത്രം ഇടുകയാണ്. 3, നമുക്കെല്ലാം പരിചിതമുള്ള ഒരു ചിന്ത തന്നെയാണ്. ഗലാത്യ ലേഖനം 5:22 വരുമ്പോൾ നാം കാണുന്ന മൂന്നാമത് ആത്മനിറവ് എന്ന് പറയുമ്പോൾ ആത്മഫലം ഉള്ളവരാകുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം ആയിരിക്കേണ്ടത്. ആത്മഫലം ഉള്ളവരാകുക. ഓക്കെ, 1 ദൈവത്തിന്റെ ഇഷ്ടം, 2 കർത്താവിനെ സാക്ഷീകരിക്കുക, 3 നമ്മൾ എന്താണ് സ്പിരിറ്റ് ഫിൽഡ് എന്ന് പറയുമ്പോൾ, ആത്മനിറവ് എന്ന് പറയുമ്പോൾ ആഗ്രഹിക്കേണ്ടത് ആത്മഫലം ഉള്ളവരാകുക. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ആഴ്ച നമ്മൾ ഇതേ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഗ്യാദർ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരോടും ഞാൻ ഗലാത്യ ലേഖനം മുഴുവനായി ഒന്ന് ഓടിച്ചു വായിച്ചാൽ നല്ലതായിരിക്കും. കുറച്ച് നമുക്ക് ഗലാത്യ ലേഖനം, നമുക്ക് എല്ലാ അധ്യായങ്ങളും എല്ലാ പുസ്തകങ്ങളും സഞ്ചരിക്കാൻ നിർവാഹമില്ലല്ലോ. ഗലാത്യ ലേഖനങ്ങൾ ബേസ് ചെയ്ത് 1-2 കാര്യം പറഞ്ഞാൽ നമുക്കത് കുറച്ച് മനസ്സിലാക്കും. ആത്മഫലമുള്ളവരാവുക നമ്മൾ കാണാതെ പഠിച്ചിരിക്കുകയാണ്. എല്ലാ സൺഡേ സ്കൂൾ സ്റ്റുഡൻസിന് വരെ അറിയാവുന്ന ഒരു കാര്യമാണ് ആത്മഫലം എന്നത്. ആത്മഫലങ്ങളല്ല, ആത്മഫലം. ആത്മഫലം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഒറ്റ ഫ്രൂട്ടിനകത്ത് തന്നെ ഉള്ളതാണ് ഇതെല്ലാം. അതല്ലാതെ ചില ആളുകൾ, ഞാൻ ഒരു ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു ട്രീ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിടത്ത് ലവ്, ഒരിടത്ത് ജോയ്, ഒരിടത്ത് പീസ്. അപ്പൊ ഓരോ പഴങ്ങളായിട്ട് ഇങ്ങനെ പിക്ചറൈസ് ചെയ്തേക്കും ഞാൻ കണ്ടു. അപ്പൊ അത് തെറ്റായൊരു സന്ദേശമാണ് കൊടുക്കുന്നത്. അങ്ങനെ ഓരോ പഴമായിട്ട് ഒരു മരത്തിൽ തൂങ്ങി കിടക്കുന്നതല്ല. ഈ ആത്മാവിന്റെ ഫലം ഒറ്റ ഫലമാണ്. അതുകൊണ്ട് അങ്ങനെ ആത്മാവിന്റെ ഫലമോ എന്നുള്ളതാണ് ഒന്നാണ്. ഇതിനകത്ത് ഇതെല്ലാം ഉണ്ട്. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്കൊരു ഫ്രൂട്ട് ഉണ്ട്. ആ ഫ്രൂട്ടിന്റെ എല്ലാ ഭാഗവും നല്ലതാണ്. ഒരു സൈഡിൽ മാത്രം കറുത്തിരുന്നാൽ നമ്മൾ എന്താ പറയുക? എല്ലാ ഫ്രൂട്ടിന്റെ ബാക്കിയെല്ലാം നല്ല റെഡ് കളർ. ഒരു ആപ്പിൾ എടുക്കുക, ആപ്പിളിന്റെ 4 വശവും, അല്ലെങ്കിൽ വശമല്ലല്ലോ, ഇതിങ്ങനെ ഉരുണ്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പം എല്ലാ സൈഡും എല്ലാ വശവും നമ്മളിങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഈ കടയിലൊക്കെ ഇരിക്കുന്ന കാണാം. കടയിൽ ഈ ബ്ലാക്ക് ഉള്ള ഭാഗം പുറകിൽ, ഈ ഫ്രണ്ടിൽ നോക്കുന്നത് റെഡ് മാത്രം. നമ്മുടെ കടയിൽ ചേർന്ന് കാണുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ഈ റെഡ് കണ്ടിട്ട് പറയാം, ചേട്ടാ ആ ആപ്പിൾ ഇങ്ങനെ എടുക്കാം. പക്ഷെ ഇത് എടുത്തു വരുമ്പോഴാണ് ഇതിന്റെ ബാക്കിൽ നോക്കുമ്പോൾ അതൊരു ബ്ലാക്ക് കാണും. അപ്പൊ പറയുന്നത് കേടാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ ആത്മീയത, ഇൻക്ലൂഡിങ് മീ, നമ്മുടെ എന്നാണ് പറയുന്നത്, അല്ലാതെ നിങ്ങളുടെ എന്നല്ല. നമ്മുടെ എല്ലാവരുടെയും ആത്മീയത ഉള്ളത് പ്രശ്നമാണ്. അത് നമ്മൾ തിരുത്തേണ്ട ഒരു സ്ഥലം കൂടെയാണ്. അതിനാണ് ദൈവം ഈ വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.
ഈ ഫ്രൂട്ട് എടുക്കുമ്പോൾ നമ്മുടെ ബാക്കി എല്ലാ വശവും നല്ല, നമ്മൾ സ്നേഹവും സന്തോഷവും സമാധാനം എല്ലാം ശരിയായിരിക്കും. ചിലപ്പോൾ സെൽഫ് കൺട്രോളിൽ നമ്മൾ വീണ് പോയിട്ടുണ്ടാകും. ഓക്കെ, ചിലപ്പോൾ സെൽഫ് കൺട്രോളും സ്നേഹവും സന്തോഷവും സമാധാനം എല്ലാം ഓക്കെ ആയിരിക്കും. ചിലപ്പോ നമ്മൾ എന്താ പറയുക, താഴ്മയിലും ജെന്റിൽനെസ്സിന് ഫെയ്ത്ത്ഫുൾനെസ്സിലൊക്കെ എവിടെയെങ്കിലും നമുക്ക് പ്രശ്നം ഉണ്ടാകും. പക്ഷെ ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയല്ല, എല്ലാ ഭാഗവും ഒരുപോലെയാകുന്നതാണ് ആത്മാവിന്റെ. ഇത് നമ്മിലുണ്ടാകാൻ നമ്മൾ തലകുത്തി മറിഞ്ഞാലും നടക്കും. ഇത് ഞാൻ എൻ്റെ ജഡം കൊണ്ട്, പഴയ നിയമത്തിലെ ഭക്തന്മാരെല്ലാം ഒത്തിരി ശ്രമിച്ച, ദാവീദൊക്കെ എത്ര നന്നായിട്ട് പോയതാ. പക്ഷെ എവിടെയോ ഇവർക്കൊക്കെ വഴിതെറ്റുന്നു. ശലോമോനൊക്കെ നല്ലതായിട്ട് ജീവിച്ച മനുഷ്യനാണ്, ദൈവത്തിന്റെ ജ്ഞാനം പ്രാപിച്ചു, പക്ഷെ പോയില്ലേ, കയ്യിൽ നിന്ന് വിട്ടുപോകുന്നതിന്റെ കാര്യം. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചു 51-ാമത്തെ സങ്കീർത്തനത്തിൽ, ദൈവമേ സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണം. അപ്പൊ പഴയ നിയമ ഭക്തന്മാർ സ്ട്രഗിൾ ചെയ്തതിന്റെ കാര്യം സ്ഥിരമായ ഒരു ആത്മാവില്ലാതെ. അപ്പൊ അതുകൊണ്ടാണ് ഒരു തെറ്റ്, ദാവീദ് ഒരുപാട് തെറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, നന്നായി വന്ന ഒരു മനുഷ്യന് വന്ന ഒരു അബദ്ധത്തിൽ നിന്നാണ് വലിയ ദുരന്തം ഉണ്ടായത്. അതിനെ അടിസ്ഥാനമാക്കി 51-ാം സങ്കീർത്തനം എഴുതിയത്. ആ സങ്കീർത്തനത്തിൽ അദ്ദേഹം പറയുന്നു സ്ഥിരമായ ഒരു ആത്മാവിനെ അനുഭവിക്കണം. എന്നാൽ പുതിയ നിയമ ഭക്തന്മാർക്ക് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഗ്രേറ്റ് പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ ദൈവമായിരിക്കുന്നത് അവിടുന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളതാണ്. അത്രയും ഗ്രേറ്റ് പ്രിവിലേജ് ആണ്. പലപ്പോഴും നമ്മളത് തിരിച്ചറിയാം. ഇതൊരു പവർ അല്ല, ദൈവമായിരിക്കുന്നു, പരിശുദ്ധാത്മാവാകുന്ന ദൈവം, അവൻ നമ്മളിൽ വസിക്കുന്നു, അവിടുന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളത് എത്ര ഭാഗ്യ പദവിയാണ്. ആ പരിശുദ്ധാത്മാവിനെ എന്നെ നിയന്ത്രിക്കാൻ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കാൻ കഴിയും. നമ്മൾ എവിടെയൊക്കെ വിഡ്രോ ചെയ്യും, വിട്ടുകൊടുക്കാതെ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്, എവിടേക്കോ നമ്മൾ പിടിച്ച് മാറ്റി നിർത്തും. ഇത് ഞാൻ വിട്ടുകൊടുക്കില്ല, ബാക്കിയെല്ലാം ഓക്കെ, ഞാൻ ഇതെല്ലാം പരിശുദ്ധാത്മാവിന് കൊടുത്തിരിക്കുന്നു, എന്നാൽ ചിലത് എനിക്ക് കൊടുക്കാൻ കഴിയാതെയും കിടക്കും. എന്നാൽ ഇന്ന് നമ്മൾ ഞാൻ ആ തുടക്കം മാത്രം ഇൻട്രൊഡക്ഷൻ ഇട്ട് ഞാൻ ആ ഭാഗം വിടുക. ഈ ഗലാത്യ ലേഖനം എഴുതിയിരിക്കുന്നതിന്റെ കാര്യം തന്നെ ഒക്കെ നമുക്ക് വളരെ സുപരിചിതമാണ്. ഗലാത്യ ലേഖനം എഴുതിയിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ന്യായപ്രമാണത്തിന്റെ അനുസരിച്ചാണ് ഇവർ ജീവിച്ചിരുന്നത്. ന്യായപ്രമാണം അനുസരിച്ച്. അപ്പം ഈ ന്യായപ്രമാണം അനുസരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ എന്താ പറയാ, ഗലാത്യ സഭ ഒരു ജാതീയ സഭയായിരുന്നു ഈ ഗലാത്യ സഭ. അവരുടെ ജാതീയ സ്വഭാവം, ഈ യെരുശലേമിൽ നിന്ന് വന്ന ചില ആളുകൾ അവരെ പഠിപ്പിച്ചു, ന്യായപ്രമാണം കൂടെ നിങ്ങൾ ആചരിച്ചേ മതിയാവും, പരിച്ഛേദന ഏൽക്കാതെ യാതൊരു നിർവാഹവും ഇല്ല എന്ന രീതിയിൽ അവരെ ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ചപ്പോൾ പൗലോസ് വളരെ കാർക്കശ്യത്തോടെ അല്പം ഗൗരവത്തോടുകൂടി എഴുതുന്ന ലേഖനമാണ് ഗലാത്യ ലേഖനം. അപ്പൊ ഈ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് ഏറ്റവും എതിർക്കുന്നത്, നിങ്ങൾ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃപയിൽ വീണുപോയി. ഓക്കെ, അപ്പൊ ന്യായപ്രമാണത്തിൽ നിങ്ങൾ നീതീകരിക്കപ്പെടില്ല, കാരണം അത് പ്രയാസമാണ്. അപ്പൊ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കാഞ്ഞത് കൊണ്ടാണ്, കഴിയാൻ പ്രയാസമായത് കൊണ്ടാണ് യേശുക്രിസ്തു തന്നെ ഭൂമിയിൽ വന്ന് അവിടുന്ന് നമുക്ക് വേണ്ടി പരമയാഗമായി ന്യായപ്രമാണത്തെ നമ്മിൽ അവൻ നിവർത്തിച്ചു. അവൻ ക്രൂശിൽ മരിച്ചപ്പോൾ പൗലോസ് പറയുന്നു, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു നിങ്ങളുടെ മുമ്പിൽ ക്രൂശിക്കപ്പെട്ടവനായിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? ഈ ചോദ്യം വരുന്നതിന്റെ പ്രധാന കാരണം ഇസ്രായേൽ ജനം വീണ്ടും ന്യായപ്രമാണത്തിന്റെ കുടുക്കിനകത്ത്, അല്ലെങ്കിൽ ഗലാത്യ സഭ ന്യായപ്രമാണത്തിന്റെ കുടുക്കിനകത്ത് പെട്ടുപോയി. ഇവർ ആത്മാവിനേക്കാൾ വീണ്ടും എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു? ന്യായപ്രമാണത്തിന് പ്രാധാന്യം. ഓക്കെ, ന്യായപ്രമാണത്തെ നമുക്കത് ചെയ്ത് ദൈവത്തെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഈ സെർമൺ ഓഫ് ദ മൗണ്ട്, ഗിരിപ്രഭാഷണം, യേശുവിന്റെ ഏറ്റവും പരമപ്രധാനമായ ഉപദേശമാണ്. ഈ ഉപദേശം ജഡീകമായിട്ട് നമ്മളൊന്ന് പരിശ്രമിക്കാൻ നോക്കിയാൽ, എന്റെ എഫോർട്ട് കൊണ്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയാൽ, ഞാൻ വീണ്ടും പരാജയപ്പെടുത്തുകയും. ഒരു സിമ്പിൾ ഉദാഹരണം പറയുന്നു. ഒരു സ്ത്രീയെ കണ്ട് മോഹിക്കേണ്ടതിന് വേണ്ടി അവളോട് നോക്കുന്നവൻ അവളോട് വ്യഭിചാരം ചെയ്തു. ഈ ഒരു വാക്യത്തെ നമ്മൾ
അക്ഷരാർത്ഥത്തിൽ എടുക്കുമ്പോൾ ദിവസം പ്രതി ഒത്തിരി പാപങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ സംഭവിക്കും. ഇവിടെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ സഹായത്തെ തേടുന്നത്. എന്റെ ജഡം കൊണ്ട് ഞാൻ ചെയ്യുമ്പോൾ ഒത്തിരി പ്രശ്നമുണ്ട്. വേറൊരു ഉദാഹരണം പറഞ്ഞു. ഞാനൊരു ദേഷ്യക്കാരനാണ് എങ്കിൽ ആ ദേഷ്യത്തെ ഞാൻ നിയന്ത്രിച്ചാൽ പരിധി കഴിയുമ്പോൾ എന്റെ ദേഷ്യം വിട്ടു. ഈ സാധാരണ പറയാറുള്ള ഒരു സ്റ്റോറി ഉണ്ട്. ഒരു എന്താ പറയാ, ഒരു സ്വാമി അല്ലെങ്കിൽ സ്വാമിജി എനിക്ക് ദേഷ്യമില്ല എന്ന് പറഞ്ഞ് നടന്ന ഒരാൾ. അദ്ദേഹത്തോട് ദേഷ്യമാണോ എന്ന് ചോദിച്ചു. ഇത്ര ദേഷ്യമില്ല. രണ്ടാമത് ചോദിച്ചപ്പോ ദേഷ്യമില്ല. 3, 4, 5 തവണ ആയപ്പം അദ്ദേഹത്തിന്റെ കൺട്രോൾ വിട്ടു പറഞ്ഞു, ഞാൻ കുറെ നേരമായില്ലേ പറയുന്നു എനിക്ക് ദേഷ്യമില്ല. അപ്പം അദ്ദേഹത്തിന് ദേഷ്യമില്ല. അപ്പൊ മാനുഷികമായിട്ട് നമ്മൾ എത്രമാത്രം ശ്രമിച്ചാലും നമ്മുടെ എല്ലാം പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജഡത്തിന്റെ സ്വഭാവം വന്നുകൊണ്ടേയിരിക്കും. അവിടെയാണ് ഈ ആത്മനിറവിന്റെ ആവശ്യം. നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ ജഡത്തിന്റെ ഇഷ്ടങ്ങൾ നിങ്ങൾ നിവർത്തിക്കുകയില്ല. എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിപ്പാൻ ദൈവം അവസരം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥന, ദൈവമേ എനിക്ക് ആത്മഫലമുള്ളവരാകുവാൻ എനിക്ക് കൃപ നൽകണം. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഓരോന്നും എടുത്ത് ചിന്തിക്കേണ്ടതാണ്. പക്ഷെ ഓരോന്നും ചിന്തിക്കാതെ തന്നെ 1-2 കാര്യം നമുക്ക് ചിന്തിക്കാൻ ദൈവം അവസരം തരും. ഗലാത്യ ലേഖനം മുഴുവനായി നമ്മൊന്ന് പരിശോധിച്ചാൽ ബാക്കി എല്ലാ ലേഖനങ്ങളും നമുക്ക് മനസ്സിലായതിന് തുല്യമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു വലിയൊരു അബദ്ധങ്ങളിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. നമ്മൾ ദൈവവചനം കാണാതെ പഠിക്കുന്നത്, ദൈവവചനം നമ്മുടെ കുഞ്ഞുങ്ങളെ കാണാതെ പഠിക്കാൻ ശീലിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാതെ പഠിപ്പിക്കുന്ന വാക്യങ്ങൾ ഏതായിരിക്കും? ഏറ്റവും കൂടുതൽ നമ്മൾ കാണാതെ പഠിച്ചിട്ടുള്ളത്, നമ്മൾ മറ്റുള്ളവരെ കാണാതെ പഠിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് അധികവും സങ്കീർത്തനങ്ങളാണ്, പിന്നെ യെശയ്യാ പ്രവചനമാണ്, പിന്നെ മറ്റ് പല പുസ്തകങ്ങളാണ്. ഇത് പഠിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. ഇത് പഠിക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും കാണാതെ പഠിക്കുകയും ചെയ്യണം. പക്ഷേ അതേ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ പലപ്പോഴും ലേഖനങ്ങളിൽ നമ്മുടെ കണ്ണുകൾ പതിയാറില്ല എന്നത് സത്യമാണ്. അതല്പം നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒത്തിരി കാര്യമുണ്ട്. നമ്മൾ ഇപ്പോഴും അറിഞ്ഞോ അറിയാതെയോ പഴയ നിയമത്തിലേക്ക് തന്നെ നമ്മുടെ എല്ലാ കണ്ണുകളും വീഴാറുണ്ട്. നമ്മുടെ എല്ലാ ചിന്തകളും, നമ്മുടെ സ്വഭാവങ്ങൾ പോലും അതിൽ നിന്ന് രൂപപ്പെടാറുണ്ട്. ഓക്കെ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിലെ വാക്യങ്ങൾ തന്നെയാണ്, പക്ഷെ അതിനെ നമ്മൾ വ്യാഖ്യാനിക്കുന്നത് വരുന്ന പ്രശ്നം. നിനക്കെതിരായി വരുന്നത് 7 വഴിയായി ചിതറിപ്പോകും എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. ബൈബിളിലെ വാക്യമാണ്, അതങ്ങനെ സംഭവിക്കില്ല എന്നല്ല. പക്ഷെ അത് കേൾക്കുമ്പോൾ പഴയ നിയമത്തിൽ ഇസ്രായേൽ ചിരിച്ചാൽ യാതൊരു തെറ്റും, പക്ഷെ പുതിയ നിയമത്തിന്റെ സഭ ചിരിച്ചാൽ അതിന് കൈയടിക്കുമ്പോൾ 1-2 കാര്യം നമ്മൾ അവിടെ ചിന്തിക്കേണ്ടതുണ്ട്. എന്താണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ശത്രു ചിതറുമില്ലെന്നുള്ളതല്ല, നമുക്കുള്ള പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും ദൈവം പരാജയപ്പെടുത്തുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ മനോഭാവങ്ങളിൽ വരേണ്ട വ്യത്യാസങ്ങൾ. പുതിയ നിയമത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പത്രോസ് ഒരു യഹൂദനാണ്. പഴയ നിയമം അനുസരിച്ച് അവർക്ക് പ്രതിയോഗത്തിന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാം, അവകാശമുണ്ട്. പക്ഷേ പുതിയ നിയമസഭയിൽ പരിശുദ്ധാത്മ പൂർണ്ണരായപ്പോ പ്രാർത്ഥന ചേഞ്ച് ചെയ്തു, പ്രസംഗ രീതി ചേഞ്ച് ചെയ്തു, കാഴ്ചപ്പാട് ചേഞ്ച് ചെയ്തു. അത് നമ്മിലും സംഭവിക്കട്ടെ. ആത്മനിറവ് എന്ന അനുഭവം ഉണ്ടാകുമ്പോൾ നാം ആഗ്രഹിക്കേണ്ടത് ഇതാണ്, എന്നിൽ ആത്മാവിന്റെ ഫലം ഉണ്ടാകും. രാത്രിയിൽ ഈ വചനങ്ങൾക്ക് മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കാൻ ദൈവം നമുക്ക് അവസരം നൽകട്ടെ. 3 കാര്യമാണ് ചിന്തിക്കുന്നത്. 1, പരിശുദ്ധാത്മ നിറവെന്ന് പറഞ്ഞാൽ ദൈവ ഇഷ്ടം എന്നിൽ സംഭവിക്കണം. സന്തോഷമുള്ള, നന്ദിയുള്ള, കീഴടങ്ങുന്ന മനോഭാവം. 2, സാക്ഷീകരണത്തിനുള്ള ശക്തി. പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ പരിശുദ്ധാത്മ പൂർണ്ണരായി നിന്ന് കർത്താവിനെ സാക്ഷീകരിക്കാനുള്ള ശക്തി എനിക്ക് ആവശ്യമാണ്. 3, ആത്മനിറവെന്ന് പറഞ്ഞാൽ എന്നിൽ ആത്മഫലം ഉളവായി വരും. കർത്താവ് ഈ വചനങ്ങളാൽ ഇന്ന് രാത്രി നമ്മളെ സഹായിക്കട്ടെ. വചനം കൂടുതലായി ഗ്രഹിപ്പാനും ധ്യാനിപ്പാനും ദൈവം ഇനിയും അവസരങ്ങളെ ഒരുക്കട്ടെ. വരുന്ന ദിവസം ദൈവം അനുവദിച്ചാൽ ഗലാത്യ ലേഖനത്തെ ആസ്പദമാക്കി കുറെ കാര്യങ്ങൾ നമുക്ക് ദൈവവചനത്തിന്റെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കൂടുതലായി അറിയുവാനോ തിരുത്തലുകളോ ആവശ്യമുണ്ട് എങ്കിൽ ബന്ധപ്പെട്ടാൽ മതിയാവും. എന്റെ നമ്പര് കർത്താവിന്റെ ദാസൻ ഓർമ്മിപ്പിക്കുമായിരിക്കും. അതിനായി ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കടന്നു എല്ലാവരെയും
ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം എന്ന് പറഞ്ഞിട്ട് വാക്കിൽ തിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.